ബൈപ്പോളാർ എന്ന് പറയുന്ന ഒരു രോഗമാണ്. ബൈപ്പോളാറിനെ കുറിച്ച് ഇന്നലെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് അവിടെ ഇവിടേക്ക് ഒന്ന് സംസാരിച്ചു പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ സിംറ്റം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ ഡിപ്രഷൻ ആണോ ബൈപ്പോളാർ ആണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ബൈപ്പോളാർ എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു രോഗമാണ്. നമുക്ക് രസകരമായിട്ട് തോന്നും, പക്ഷേ അനുഭവിക്കുന്നവർ വലിയ പ്രശ്നമാണ്. ബൈപ്പോളാർ രോഗം എന്ന് പറയുന്നത് അതിൻ്റെ സിംറ്റം ഇച്ചിരി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ടുള്ള മാർഗമാണ്. സ്വാഭാവികമായിട്ടും ഡോക്ടേഴ്സും അല്ലെങ്കിൽ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, ഒരു എക്സ്പേർട്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ നന്നായിട്ട് എക്സ്പേർട്ടൈസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ ഒരാൾക്കുള്ള രോഗം ഡിപ്രഷൻ ആണോ ബൈപ്പോളാർ ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ. അത് അതിൻ്റെ സിംറ്റംസ് വെച്ചാണ് നമ്മൾ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു, ഇതൊരു വലിയൊരു മാനസിക രോഗമാണ്. സ്കിസോഫ്രീനിയ അതുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ രോഗം തന്നെയാണ് ബൈപ്പോളാറും ഡിപ്രഷനും. ഇത് തമ്മിലുള്ള കണക്ഷൻസ് ഈ മൂന്ന് രോഗങ്ങൾക്കും, സ്കിസോഫ്രീനിയയുടെ ഇന്നലെ നമ്മൾ മൈക്ക് ഒരു ഇച്ചിരി പ്രശ്നം. ഓക്കെ, അപ്പം ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗത്തിനകത്ത് ഡിപ്രഷനാണ് കൂടുതലും. നമ്മൾ ഇന്നലെ അതിൻ്റെ സിംറ്റംസും കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി. ബൈപ്പോളാർ എന്ന് പറയുന്ന രോഗത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് ഇനി നമ്മൾ മനസ്സിലാക്കും. സ്കിസോഫ്രീനിയ എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു, കൃത്യമായിട്ടും അതിൻ്റെ എത്രമാത്രം സിവിയർ ആയിട്ടുള്ള രോഗമാണ് എന്ന് ഇന്നലെ മനസ്സിലാക്കിയിട്ടുണ്ടായി. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് കിടക്കുന്ന ഒരു ചാപ്റ്ററാണ് ഈ ബൈപ്പോളാർ എന്ന് പറയുന്ന ഒരു രോഗം. അത് DSM-5 ആ രീതിയിൽ അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത, സ്കിസോഫ്രീനിയയിലുള്ള കുറേയേറെ രോഗത്തിൻ്റെ അവസ്ഥകളും ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗത്തിലുള്ള ചില സിംറ്റംസും ഓവർലാപ്പ് ചെയ്ത് ഈ ഒരു രോഗത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഒരു ബ്രിഡ്ജായിട്ട് സ്കിസോഫ്രീനിയയും ഡിപ്രഷനും ഇടയ്ക്ക് കൊണ്ടുവന്ന് ഈ ചാപ്റ്ററിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബൈപ്പോളാർ ആൻഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് ആർ സെപ്പറേറ്റഡ് ഫ്രം ദ ഡിപ്രസീവ് ഡിസോർഡേഴ്സ്. നേരത്തെ കാലങ്ങളിലൊക്കെയും ഇതൊരു ഡിപ്രസീവ് ഡിസോർഡർ ഗണത്തിലായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. ഇപ്പോഴത് അവിടെ നിന്ന് മാറ്റി. എന്നിട്ട് ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗത്തിലായിരുന്നു ബൈപ്പോളാറിനെ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. മൂഡ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഭാഗം DSM-4 ഇപ്പോഴ് സെപ്പറേറ്റ് ചാപ്റ്ററാക്കി മാറ്റിയിട്ട് സ്കിസോഫ്രീനിയയ്ക്കും ഡിപ്രഷനും ഇടയ്ക്ക് കൊണ്ടുവച്ചേക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ബ്രിഡ്ജായിട്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതങ്ങനെ ചെയ്യാനായിട്ടുള്ള കാരണം ഇതിൻ്റെ സിംറ്റമറ്റോളജിയാണ്. സിംറ്റംസും അതോടൊപ്പം തന്നെ ഫാമിലി ഹിസ്റ്ററി. സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന രോഗം ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗം ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാരുണ്ട് എന്ന് നമ്മൾ ഇന്നലെ കണ്ടു. അതോടൊപ്പം തന്നെ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന രീതിയിൽ ഈ പറയപ്പെടുന്ന രോഗവും ഒരു ഫാമിലി ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഈ രോഗങ്ങളിൽ കാണാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം ജനറ്റിക് ഫാക്ടേഴ്സ്. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഈ ബൈപ്പോളാർ എന്ന് പറയുന്ന രോഗത്തെ DSM-5 ഒരു സെപ്പറേറ്റ് ചാപ്റ്ററാക്കി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പോയിന്റ് വ്യക്തമാണോ? ബൈപ്പോളാർ എന്ന് പറയുന്ന രോഗം DSM-4 നേരത്തെ ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗവുമായിട്ട് ക്ലബ് ചെയ്തിട്ടായിരുന്നു അതിനെ സംസാരിച്ചത്. അത് മൂഡ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഗണത്തിലായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. ആ ഒരു പോയിന്റ് വ്യക്തമാണോ? എന്നാൽ DSM-5 ഇതിനെ സെപ്പറേറ്റ് ചാപ്റ്റർ ആക്കി. എന്നിട്ട് എന്ത് ചെയ്ത്, ഈ ഇന്നലെ നമ്മൾ പഠിച്ച സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു രോഗവും ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു രോഗവും കണ്ട് ഈ രോഗത്തിന്റെ നടുക്ക് ഭാഗത്തായിട്ട് ഒരു ചാപ്റ്റർ ആക്കിയാണ് അതിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവർ പറയുകയാണ് അതങ്ങനെ ചെയ്യാനായിട്ടുള്ള കാരണം സ്കിസോഫ്രീനിയയിലും ഡിപ്രഷനിലും കാണുന്ന ചില സിംറ്റംസ് ഇതിനകത്ത് കാണാം. ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക് സ്കിസോഫ്രീനിയ ഉണ്ടാകാം, ഡിപ്രഷൻ ഉണ്ടാകാം. അതുപോലെ തന്നെ ബൈപ്പോളാറിനും അങ്ങനെ ഒരു ഫാമിലി ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. ചിലത് ജനറ്റിക് ഫാക്ടേഴ്സ് ആയിട്ടും കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ഒരു രണ്ടിൻ്റെയും നടുക്കായിട്ട് ഇത് കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? പോകാമല്ലോ? ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ടൈപ്പ് ഓഫ് ബൈപ്പോളാർ രോഗങ്ങളെ കാണാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ പറയുന്ന പേരുകൾ
ബൈപോളാർ ഫസ്റ്റ് ഡിസോർഡർ എന്ന് പറയും, ബൈപോളാർ സെക്കൻഡ് ഡിസോർഡർ എന്ന് പറയും, സൈക്ലത്തോമിക് എന്ന് പറയുന്ന വേറൊരു രോഗം. ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടും ബൈപോളാർ ഡിസോർഡർ ഗണത്തിൽ വരുന്നത്. പിന്നെ സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നത് കൊണ്ടും അൺസ്പെസിഫൈഡ് ആയിട്ടുള്ളതും സ്പെസിഫൈഡ് ആയിട്ടുള്ളതും ഇങ്ങനെ ചില കാറ്റഗറൈസ് ചെയ്തിട്ട് മറ്റ് രോഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ഫോക്കസ് ഈ 3 കാര്യങ്ങളാണ്. ബൈപോളർ ഫസ്റ്റ് എന്താണ്, സെക്കൻഡ് എന്താണ്, സൈക്ലത്തോമിക് എന്താണ്. അപ്പം ഈ രോഗങ്ങളെയാണ് നമ്മൾ ഈ ഭാഗത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈച്ച് ടൈപ്പ് ഈസ് ഐഡന്റിഫൈഡ് ബൈ ദ പാറ്റേൺ ഓഫ് എപ്പിസോഡ് ഓഫ് മാനിക് ആൻഡ് ഡിപ്രഷൻ. അപ്പം ഈ ഒരു പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഇന്നലെ പറഞ്ഞ എന്താണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞ രോഗത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചായിരുന്നു. ആ ഡിപ്രഷൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഒരു പോളാറാണ്, ഒരു സ്റ്റേറ്റ് ആണ്. ആ ഡിപ്രസീവായിട്ടുള്ള വ്യക്തിക്ക് പിന്നീട് വേറെ ഒരു സ്റ്റേറ്റ് ഇല്ല. എന്നാൽ ബൈപോളാർ എന്ന് പറയുന്ന രോഗത്തില് അവർക്ക് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റും ഉണ്ട്, മാനിക് എന്ന് പറയുന്ന മറ്റൊരു സ്റ്റേറ്റും ഉണ്ട്. സംഭവം പിടികിട്ടിയോ? ഇതിനെയാണ് പോളാർ എന്ന് പറയുന്നത്. ക്ലിയർ? വ്യക്തമാണോ? സോ അതുകൊണ്ട് തന്നെ ഈ ബൈപോളാർ, ബൈ എന്ന് പറഞ്ഞാൽ 2, 2 എന്നാണ് അർത്ഥം. ബൈപോളാർ 2 പോളാറുകൾക്ക് ഇടയ്ക്ക് ഇവരിങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഡിപ്രഷൻ എന്തായിരിക്കും? യൂണിപോളാർ. ഡിപ്രഷൻ ഈസ് എ യൂണിപോളാർ. അപ്പം ഇത് കണക്ഷൻ വിട്ടുപോകരുത്. ബൈപോളാർ എന്ന് പറയുന്നതിനകത്ത് ഈ മാനിക് എപ്പിസോഡും ഡിപ്രസീവ് എപ്പിസോഡും ഇങ്ങനെ മാറിയും തിരിഞ്ഞും വരുന്നു എന്നുള്ളതാണ്. ആ 2 കാര്യങ്ങൾ വ്യക്തമാണല്ലോ. ഇനി ആ മാനിക് എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടോ? ഈ മാനിക് എന്ന് പറയുന്നതിന് നമ്മൾക്ക് എന്താണ്, വലിയ മാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്മാദം, ഭയങ്കരമായിട്ട് മാനിക് എപ്പിസോഡ് എന്ന് പറയും, ഭയങ്കര ഉന്മാദം. ഈ ഉന്മാദ അവസ്ഥകള് ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ടും തോന്നാം, ചെറിയ രീതിയിലും തോന്നാം. ഈ ചെറിയ രീതിയിൽ തോന്നുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പോമാനിയ. ആ ഒരു പോയിന്റ് വ്യക്തമാണോ? ഓക്കെ. അപ്പം അതിന്റെ അർത്ഥം കണ്ടോ, ആ ഒരു 3 രീതിയിൽ നമ്മളിപ്പം തരംതിരിച്ചു. ആ പോളാറുകളെ 2 പോളാറാന്ന് പറഞ്ഞു, ഡിപ്രഷൻ, മാനിയ. അപ്പം ആ മാനിക്കിന് നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഒന്ന് വലിയ മാനിയ, ഒന്ന് ചെറിയ മാനിയ. അപ്പം ഈ ചെറിയ മാനിയയും വലിയ മാനിയയും ഈ ഡിപ്രഷനും തമ്മിലുള്ള മാറ്റവും ഏറ്റക്കുറച്ചിലുകളും കാലങ്ങളുമാണ്, കാലാവധിയുമാണ് ഈ രോഗത്തെ ഓരോ രോഗത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അപ്പം ആ ഒരു പോയിന്റ് വ്യക്തമാക്കി മനസ്സിലാക്കുക. The treatment that is best for one may differ depending on the type of bipolar one has. ആ ഒരു രോഗിക്ക് ഏത് രീതിയിലുള്ള ബൈപോളാർ ആണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് വേണം അവർക്ക് അതിന്റെ മെഡിസിൻ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പം അതിന്റെ അർത്ഥം ബൈപോളാർ മാനിക് എപ്പിസോഡ് ഭയങ്കരമാണ്. മാനിക് എന്ന് പറയുന്ന ആ സ്റ്റേറ്റിൽ നിൽക്കുന്ന ആൾക്ക് നമ്മൾ അതിനുള്ള മൂഡ് സ്റ്റെബിലൈസേഴ്സ് ആണ് കൊടുക്കേണ്ടത്. ഹൈപ്പോമാനിയ ആണെങ്കിൽ അത്രയും ഡോസിൽ നമുക്കത് ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പം ആ ഒരു വേരിയേഷൻ തിരിച്ചറിഞ്ഞിട്ട് വേണം ഡോക്ടേഴ്സ് മരുന്ന് കൊടുക്കാനായിട്ട്. ഇനി ബൈപോളാർ ഫസ്റ്റ് ഡിസോർഡർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. മാനിക് എപ്പിസോഡും ഡിപ്രസീവ് എപ്പിസോഡിനെയാണ് ബൈപോളാർ ഫസ്റ്റ് ഡിസോർഡർ എന്ന് പറയുന്നത്. ബൈപോളാർ ഫസ്റ്റ് ഡിസോർഡർ ഈസ് ദ ക്ലാസിക് ഫോം ഓഫ് ഇൽനസ് ആസ് വെൽ ആസ് ദ മോസ്റ്റ് സിവിയർ ടൈപ്പ് ഓഫ് ബൈപോളാർ ഡിസോർഡർ. ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാരിൽ കാണുന്നതും ഏറ്റവും പ്രശ്നകരമായിട്ടുള്ള ഒരു ക്ലാസിക്കൽ രോഗമാണ് ബൈപോളാർ ഫസ്റ്റ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ അറ്റ്ലീസ്റ്റ് 1 മാനിക് എപ്പിസോഡ് ഓർ മിക്സ്ഡ് എപ്പിസോഡ്. എപ്പോഴെങ്കിലും ആൾക്ക് എന്താണ്, ഈ മാനിക് ഭയങ്കരമായിട്ടുള്ള ഉന്മാദം ഉണ്ടാകണം, അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഡിപ്രഷൻ ഉണ്ടാകണം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒരുമിച്ച് മിക്സ് ചെയ്ത് വരണം. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമ്മൾ എന്താണ് ബൈപോളാർ ഫസ്റ്റ് ഡിസോർഡർ എന്ന് പറയത്തുള്ളൂ. ഡ്യൂറേഷൻ എത്രയായിരിക്കും മാനിക് എപ്പിസോഡിന്റെ? അതെല്ലാം പറയാം, എല്ലാം മുന്നോട്ട് പോകുന്നതോളം ഉണ്ടാവും അതിന്റെ എപ്പിസോഡുകൾ. ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ വെച്ചിട്ട് പറയാം ഓരോന്ന്. ഓക്കെ, എക്സാമ്പിളും ആ സമയത്ത് പറയാം ലൈല മാം. ഓക്കെ, the vast majority of people with bipolar first disorder have also experienced at least 1 episode of major depression. ഇന്നലെ നമ്മൾ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്താണ് ഡിപ്രഷൻ എന്നുള്ളത്.
ഡിപ്രഷനെ കുറിച്ച് നമ്മൾ ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആ ഡിപ്രസീസ് ആളുടെ പ്രത്യേകത എന്താണ്? അവർ ഡൗൺ ആണ്, എപ്പോഴും അവർ ഡൗൺ സ്റ്റേറ്റ് ആണ്, ഡം സ്റ്റേറ്റ് ആണ്, അവർക്ക് ഫെറ്റിഗ് ഉണ്ടാകും, അതോടൊപ്പം തന്നെ ഇൻസോമിനിയ ഉണ്ടാകും. ഇങ്ങനെയുള്ള അവസ്ഥകളെ കുറിച്ച് എല്ലാം നമ്മൾ ഇന്നലെ പറഞ്ഞാണ്. ആ ഡിപ്രഷൻ നിർബന്ധമായിട്ടും ഒരു പോളാറിൽ ഇവർക്ക് ഉണ്ടാകും. ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള വിഷാദം, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓൾ ഓഫ് എ സഡൻ ദേ ആർ എലവേറ്റഡ്, ഭയങ്കരമായിട്ടുള്ള ഉന്മാദം. ഈ ഭയങ്കരമായിട്ടുള്ള ഉന്മാദവും ഭയങ്കരമായിട്ടുള്ള വിഷാദവും രണ്ടും നിർബന്ധമായിട്ട് ഉണ്ടെങ്കിലേ ആൾക്ക് ബൈപോളാർ ഫസ്റ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ ഒരു പോയിന്റ് ക്ലിയർ ആണോ? പ്രദീപ് സാബ്, ഞാൻ എന്റെ ക്ലിനിക്കൽ ഡ്യൂറേഷൻ പറയാം കേട്ടോ, ഓരോ രോഗങ്ങളിലേക്ക് വരുമ്പോൾ പറയത്. ഇനി ബൈപോളാർ സെക്കൻഡ് ഡിസോർഡർ, ഇതിന്റെ പ്രത്യേകത ഡിപ്രഷൻ ഉണ്ടാകണം. അതായത് അതിന്റെ അർത്ഥം എന്താണ്? ഏത് ഡിപ്രഷൻ ഉണ്ടാകണം? ഏത് ഡിപ്രഷനാണ് വേണ്ടത്? ക്ലിനിക്കൽ ഡിപ്രഷൻ ഉണ്ടാകണം. അതായത് അവര് പക്കാ ഡിപ്രഷൻ, ഈ പക്ക ഭയങ്കര ഡിപ്രഷനിൽ ഇരിക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ ഇങ്ങനെ ചെറിയൊരു സന്തോഷത്തിലേക്ക് ഇങ്ങനെ വരും. ഒരു ചെറിയ സന്തോഷം, ഇന്ന് നമുക്ക് പുറത്ത് പോകാം, നമുക്ക് ഇച്ചിരി ആഹാരം കഴിക്കണം, നന്നായിട്ട് ഇത് ചെയ്യണം, ഒരു ചെറിയ എലവേറ്റഡ് മോഡിലേക്ക് വരും. പക്ഷെ ഉന്മാദം കണക്ക് ഭയങ്കര മാനിക്കായിട്ട് ആയിരിക്കത്തില്ല. അപ്പം ബൈപോളാർ ഫസ്റ്റ് ഡിസോർഡറിനകത്ത് അവർക്ക് എന്താണ്? മാനിക് എപ്പിസോഡ് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകണം. ഭയങ്കരമായിട്ടുള്ള ഹൈ ഉന്മാദം ഉണ്ടാകണം, അതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ടുള്ള വിഷാദം ഉണ്ടാകണം, വിഷാദ രോഗത്തിലേക്ക് പോകണം. എന്നാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ക്ലിനിക്കൽ ഡിപ്രഷൻ ഉണ്ട്, എന്നാൽ ചെറിയ രീതിയിലുള്ള ഉന്മാദവും ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ബൈപോളാർ സെക്കൻഡ് എന്ന് പറയുന്നത്. മാനിക് ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ബൈപോളാർ സെക്കൻഡ് ഡിസോർഡർ. ഇൻസ്റ്റഡ് the illness involves a recurring episode of major depression and hypomania. അവർക്ക് എന്താണ്? മാനിക് എപ്പിസോഡ് എന്ന് പറയുന്ന ആ ഒരു എപ്പിസോഡ് ഉണ്ടാകത്തില്ല വലുതായിട്ട്, പക്ഷേ എന്താണ്? ഡിപ്രഷൻ കഴിയുന്ന ഉടനെ ചെറിയൊരു സന്തോഷം, വീണ്ടും പക്കാ ഡിപ്രഷൻ, ചെറിയൊരു സന്തോഷം, ഭയങ്കര, ഈ രീതിയിലൂടെ അവർ കടന്നു പോകണം. ഇൻ ഓർഡർ ടു ബി ഡയഗ്നോസ്ഡ് വിത്ത് ബൈപോളാർ സെക്കൻഡ്, വൺ മസ്റ്റ് ഹാവ് എക്സ്പീരിയൻസ് അറ്റ്ലീസ്റ്റ് വൺസ് ഹൈപ്പോമാനിയ. ഒരു ചെറിയ രീതിയിലുള്ള ഉന്മാദത്തിന്റെ അവസ്ഥ എപ്പോഴെങ്കിലും ജീവിതത്തിൽ അവർക്കുണ്ടായിരിക്കും. ഇനി ഉദാഹരണം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ലൈഗൂമാമ എല്ലാവരും കേട്ടതാണ്, പ്രദീപ് സാറും ഒക്കെ കേട്ടതായിരിക്കും. എനിക്ക് എന്താണ്, എൻ്റെ കൂടെ ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ഞങ്ങളുടെ ഒരു അച്ഛൻ, ആള് പുറത്തൊക്കെ ആയിരുന്നു കുറേ നാള്. പുള്ളിയുടെ ഫോട്ടോ, ആ സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ അത് ചില രാജ്യം, പുള്ളി കാനഡയിലായിരുന്നു. അപ്പൊ അവിടെ വെച്ച് പറ്റിയതാണ്. പെട്ടെന്ന് ഇങ്ങനെ ഡിപ്രഷൻ ആയിപ്പോയി, ഒറ്റപ്പെട്ടൊക്കെ ഇങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നെ നാട്ടിലേക്ക് വന്ന് ആളുടെ പ്രയാസം ഇതായിരുന്നു. എനിക്കൊരു ചെറിയ കാറാണ് ഉള്ളത്. ഞാൻ അന്ന് അവിടെ പള്ളിയിലൊക്കെ, അടുത്തുള്ള പള്ളിയിലൊക്കെ ഇങ്ങനെ കുർബാനയ്ക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ബൈക്കൊക്കെ ഓടിച്ച് പോകാനായിട്ട് മഴയൊക്കെ പാടാകുന്നുണ്ട്. കുഞ്ഞൊരു കാറുണ്ട്, ഓട്ടോയുടെ ഒരു കാറ്. ഈ കാറ് ഞാൻ ഇന്ന് ആറ്റുനോറ്റി വാങ്ങിച്ച സംഭവമാണ്. ഇങ്ങനെ വാങ്ങിച്ചത് ഞാൻ അവിടെ ഇട്ടിരുന്ന സമയത്ത് ഈ ആളുടെ പ്രത്യേകത, എനിക്ക് ഭയങ്കര കൂട്ടായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു, ഭയങ്കര കമ്പനിയായിരുന്നു. ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു വല്ലായ്മ ആൾക്ക് ഉണ്ടാകും. ഇവരുടെ പ്രത്യേകത എപ്പോഴും, ഈ ആളുടെ പ്രത്യേകത എപ്പോഴും ഒരാൾ ശത്രു ഉണ്ടാകും. അപ്പം ഞങ്ങളുടെ അടുത്ത പാരിഷിൻ്റെ ഒരു അച്ഛൻ എൻ്റെ കൂടെ വന്ന് അവിടെ ഞങ്ങളുടെ ആശ്രമത്തിലായിരുന്നു നിൽക്കുന്നത്. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഞാനും അവരും ഭയങ്കര കൂട്ടാണ്. എൻ്റെ ഒത്തിരി ജൂനിയറാണ്. ഞങ്ങളെപ്പോഴും പുറത്തൊക്കെ പോകും, അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ഇത് കണ്ടിട്ട് ഈ പറയപ്പെട്ട ആൾക്കൊരു ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിട്ടാണ് ഈ കാറിനകത്ത് എന്ത് ചെയ്തെന്നറിയോ? മറ്റേ ഈ പറയപ്പെടുന്ന അച്ഛൻ അവിടെ ജനലയിൽ കൂടി നോക്കി നിൽക്കുക, കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്നപ്പോൾ പുള്ളിയാണ് എനിക്ക് പറഞ്ഞ ഇയാളിങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ചെന്ന് നോക്കുമ്പം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പാറക്കല്ല് വെച്ച് കാറിന് 4 സൈഡും വരച്ച് നശിപ്പിച്ച് കുളമാക്കിയിട്ട്. അപ്പം പിന്നെ രണ്ടാമതൊരു ദിവസം പുള്ളി ടാങ്കിനകത്ത്, അന്ന് നമുക്ക് ഈ നമ്മുടെ ഈ കൊറോണയുടെ സമയത്ത് ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് അവിടെ വന്നത്, ഞാനായിരുന്നു അതിന്റെ ചാർജൊക്കെ. അപ്പം ഡോക്ടേഴ്സ് അവിടെ വന്ന് നമ്മുടെ കൂടെ ആയിരുന്നു താമസിക്കുന്നത്. ഒരു 10
100ഓളം ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു, നേഴ്സുമാരും ഉണ്ടായിരുന്നു. ഇവരെല്ലാം വന്ന് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവരുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ പുള്ളി അടിച്ചു മാറ്റിക്കളയും. അടിച്ചു മാറ്റുന്നില്ല, എന്നോടുള്ള ദേഷ്യം കാണിക്കും. ഞാൻ ആരതല്ല ചാർന്ന് ദേഷ്യം കാണിക്കാനായിട്ട് ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് ബക്കറ്റിനകത്താക്കി മാറ്റിക്കളയും. ഇവർ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ചെരുപ്പ് കാണത്തില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം. ഇവർ കുളിക്കാൻ കയറി കഴിയുമ്പോഴത്തേക്ക് ടാങ്കിൽ കയറിയിട്ട് എന്താണ് നമ്മൾ കൊടുക്കുന്ന മുണ്ടുണ്ടല്ല, ഈ മുണ്ട് കുത്തിക്കയറ്റി അകത്തുനിന്ന് പൈപ്പ് അടച്ചു കളയുക. നമ്മൾ മോട്ടറിട്ട് കംപ്ലീറ്റ് ഓവർഫ്ലോ ചെയ്യും, പക്ഷെ പൈപ്പിനകത്തോടെ ഉള്ളി വെള്ളം വരത്തില്ല. ഇതാണ് അവസ്ഥ. പിന്നെ ആൾക്ക് കഴിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊക്കെ 1-2 പ്രാവശ്യമൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. ആൾ 2-3 പ്രാവശ്യം ഇഷ്ടംപോലെ കഴിക്കും. കഴിച്ചിട്ട് പിന്നെ പോയി കിടന്നു കഴിഞ്ഞാൽ 2 ദിവസം കഴിയാതെ ഇറങ്ങത്തില്ല. ഇങ്ങനെ കഴിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ഇയാൾക്ക് ഡിപ്രഷന്റെ സംഭവം തുടങ്ങി. ഭയങ്കരമായിട്ട് കഴിക്കും, പോയി കിടന്നു കഴിഞ്ഞാൽ അന്ന് രാത്രി അന്ന് ഉച്ചയ്ക്ക് കിടന്നു കഴിഞ്ഞാൽ ആ രാത്രി പിറ്റേന്ന് ഉച്ചയ്ക്ക് പുള്ളി എഴുന്നേക്കത്തുള്ളൂ. ഇതാണ് ആ ഡിപ്രഷന്റെ സ്റ്റേറ്റ്, പൂര ഡിപ്രഷൻ. ഈ സമയത്ത് ആരെങ്കിലും പോയി വിളിക്കുകയോ പറയുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവന്റെ കഷ്ടകാലമാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഭയങ്കരമാണ് എഴുന്നേറ്റ് ജസ്റ്റ് ഇത് ഇന്നലെ നന്നായിട്ട് അങ്ങ് ഉറങ്ങി കേട്ടോ, ഭയങ്കരമായിട്ട് സൂപ്പറായിട്ട് ഉറങ്ങി, നല്ല ഉറക്കമായിരുന്നു. ആള് ഒരു തുള്ളി ഉറങ്ങി കാണത്തില്ല. ആകെ ഉറങ്ങിയിരിക്കുന്നത് ചിലപ്പോൾ ഒരു 2-3 മണിക്കൂറായിരിക്കും. പക്ഷെ ഇവർക്ക് ഭയങ്കര ഉറക്കം കിട്ടിയതായിട്ട് തോന്നും. അതിനുശേഷം പിന്നീട് വന്നിട്ട് ഈ മാനിക് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ, ഞങ്ങളുടെ ഒരു വലിയൊരു പള്ളിയാണ്, മുകളിലാണ് പള്ളി. ഈ പള്ളി മൊത്തം വേറെ ആരും ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. കംപ്ലീറ്റ് തൂത്ത് തുടച്ച്, അച്ഛനാണ് കംപ്ലീറ്റ് തൂത്ത് തുടച്ച് വൃത്തിയാക്കി മോപ്പ് ചെയ്ത് അവിടെ ഇട്ടേക്കും. രണ്ടാമത് ചെയ്യുന്ന കുറേ പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ട് ഇതെന്തിനാണ് ഈ തുണി എടുത്തിട്ട് കഴുകുന്നത്? പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമുക്ക് കൗൺസിലിംഗ് കോഴ്സ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ജോലിക്കാരുണ്ട്, ജോലിക്കാർ ഈ ബെഡ്ഷീറ്റ് എല്ലാം കഴുകി അടുക്കി അലമാര വെച്ചേക്കും. അത് സാറ്റിസ്ഫൈഡ് ആകത്തില്ല. മാനിക് എപ്പിസോഡിലേക്ക് പുള്ളി വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈ സാധനം വാരി തറയിലിടും, ഇട്ടിട്ട് വീണ്ടും വാഷിംഗ് മെഷീനകത്ത് വാരിയിട്ട് കഴുകിയിട്ട് ഈ ആള് തേച്ച് മടക്കി വീണ്ടും അടുക്കി വയ്ക്കും. മാനിക് എപ്പിസോഡ് കാണുന്നവർ അയ്യോ പാവ അച്ഛൻ ഭയങ്കരമായിട്ട് ജോലി ചെയ്യുന്നത് ഇതാ വിചാരിക്കുന്നത്. ഇതാണ് മാനിക് എപ്പിസോഡും ഡിപ്രഷനും തമ്മിലുള്ള വ്യത്യാസം. കണക്ഷൻ കിട്ടിയോ? പ്രദീപ് സാബ് എന്താണ് എക്സാമ്പിൾ ആയോ? ഇയാൾക്ക് മാനിക് എപ്പിസോഡല്ലേ? രണ്ടുമുണ്ട്, മാനിക് എപ്പിസോഡും ഡിപ്രഷനും. ഫാദർ, ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ കണ്ട ഒരു ബൈപ്പോളർ രോഗി എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ മാനിക് സ്റ്റേജിലായിരുന്നു അവിടെ വന്നിരുന്നത്. അപ്പൊ പറഞ്ഞത് മോദിയുടെ മകളാണ്, ജയലളിതയാണ് അമ്മ. പിന്നൊരു ബൈപ്പോളർ രോഗി പറഞ്ഞ് ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഹിന്ദി സിനിമയിലാണ് അഭിനയിച്ചിരിക്കുന്നത്, എന്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം കണ്ടോ എന്നൊക്കെ പറഞ്ഞ് വളരെ റേറ്റ് ഓഫ് സ്പീച്ച് വളരെ കൂടുതലായിരുന്നു. അത് അതിന്റെ സിംറ്റം എന്ന് പറഞ്ഞാൽ മാനിക് എപ്പിസോഡ് എന്നുള്ളതല്ല, ബൈപ്പോളർ ആണ് വിത്ത് സൈക്കോട്ടിക് ഫീച്ചർ എന്ന് പറയും. അതെല്ലാം സൈക്കോട്ടിക് ഫീച്ചേഴ്സ് ആണ്. ഓക്കെ. അതുപോലെ ഞാൻ ഒരു ന്യൂറോട്ടിക് സെന്ററിൽ പോയപ്പോ ഒരാള് ഭയങ്കരമായിട്ട് കരയാണ്, ഇങ്ങനെ തീരെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ കരയുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അവിടെ കൊണ്ടുവന്ന് മെഡിസിൻ ഒക്കെ കയറ്റിയപ്പോ 2ാമത്തെ ദിവസമൊക്കെ അവര് നോർമലായി. അപ്പൊ ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് ബൈപ്പോളർ ആണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഉണ്ടാവും? വെറും കരച്ചിൽ മാത്രമായിട്ടാണ് ഞങ്ങൾ കണ്ടത്. അത് ബൈപ്പോളാർ രോഗമാണ്, പക്ഷേ ആ കരച്ചിൽ എപ്പോഴും ഡിപ്രസീവ് സ്റ്റേറ്റിലാണ്, ഡിപ്രസീവ് പോളാറിൽ ഇരിക്കുകയാണ്, ഡിപ്രഷനാണ് ആ സമയത്ത്. ഉന്മാദത്തിലേക്ക് വരുമ്പോ അവര് കരയത്തില്ല, ഭയങ്കര സന്തോഷമായിരിക്കും. ഇനി അപ്പൊ ഇതാണ് ആ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് അതിന്റെ പ്രത്യേകത. ഇനി ഞങ്ങളുടെ ഒരു കോഴ്സിന് ഒരിക്കൽ ഒരു 5-6 വർഷത്തിന് മുമ്പ് ഒരു ചേച്ചി അവിടെ വന്നായിരുന്നു. അപ്പൊ ഈ ചേച്ചി കൗൺസിലിംഗ് കോഴ്സിന് വന്ന് 1 മാസത്തോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ആള് രാവിലെ ആകുമ്പോൾ എഴുന്നേറ്റ് ഈ തൊട്ടാവാടി ഉണ്ടല്ലോ, ഈ തൊട്ടാവാടിയെ പോയി തൊട്ട് അതിനെ ഉറക്കും, എന്നിട്ട് കുറെ അതിനെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് വിളിക്കും. ഞാൻ കുർബാനയും കഴിഞ്ഞ് വരുമ്പോൾ ജസ്റ്റ് ഇതേ തൊട്ടാവാടി കൊണ്ടുവന്ന അച്ഛൻ ഇതിനെ നോക്കിയിരിക്കച്ചാ എന്നും പറഞ്ഞ് ഇങ്ങനെ പറയും. ഈ ആള് ഒരിക്കൽ ഞങ്ങൾ 2 പേരും ഇരുന്ന് ഇങ്ങനെ പ്രാക്ടിക്കൽ പ്രശ്നം കൊടുത്തിട്ട് സംസാരിക്കുമായിരുന്നു, പേഴ്സണൽ ആയിട്ടുള്ള കൗൺസിലിംഗ് നടത്തുന്നു. ഈ സമയത്ത് എൻ്റെ കൂടെയുള്ള അച്ഛൻ ചോദിച്ച് ആൾക്ക് ബൈപ്പോളർ ആണ്, അതിൻ്റെ മരുന്ന് കഴിക്കുന്നതെന്നൊക്കെ ഉള്ളത് ഞമ്മളടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ഞങ്ങൾ ചോദിച്ച് ചേച്ചി ഇപ്പോഴേ ഈ സമയത്ത് ഭയങ്കരമായിട്ടുള്ള സന്തോഷം ഇങ്ങനെ മാനിക് സ്റ്റേറ്റിലേക്ക് വരുവാണെങ്കിൽ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടാ ചോദിക്കുക ചേച്ചി എന്തായിരിക്കുന്നത്?
ഈ ഇരിക്കുന്ന ജസ്മോനച്ചനെ ഉണ്ടല്ലോ, കയ്യിലെടുത്തിട്ട് ഞാൻ ഇങ്ങനെ കറക്കും. അവർ ചെയ്യും. അത്രമാത്രം ശക്തിയായിരിക്കും അവർക്കുണ്ടാകുന്നത്. ദാറ്റ് ഈസ് കോൾഡ് മാനിക് എപ്പിസോഡ്. ഭയങ്കര എലവേറ്റഡ് മൂഡായിരിക്കും. ഭയങ്കരമായിട്ടുള്ള പ്രത്യേകിച്ച് ഇവർക്ക് ഈ ഒരു രോഗാവസ്ഥയിലുള്ളവർക്ക് ഈ സെക്ഷൽ ആയിട്ടുള്ള ഓറിയന്റേഷൻ ഈ മാനിക് സ്റ്റേറ്റിൽ ഭയങ്കരമായിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ കൊമോർട്ടീവ് ഫീച്ചറായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പം ബൈപ്പോളാറും ഫസ്റ്റും സെക്കൻഡും സംഭവം പിടികിട്ടിയോ? അതിന്റെ ക്ലിനിക്കൽ അസസ്മെന്റിലേക്ക് നമ്മൾ പോകും. ഇഷ്ടമാണോ? In order to be diagnosed with bipolar second disorder, one must have experienced at least one hypomania. അപ്പം ബൈപ്പോളാറിനകത്ത് മുകളിൽ ഞാൻ ഹെഡിങ്ങിനകത്ത് അത് നോട്ടിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ബൈപ്പോളർ സെക്കൻഡിന്റെ പ്രത്യേകത ഡിപ്രഷൻ, ക്ലിനിക്കൽ ഡിപ്രഷൻ വിത്ത് ഹൈപ്പോമാനിയ ആയിരിക്കും. ആ ഹൈപ്പോമാനിയ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഉണ്ടായെങ്കിൽ മാത്രമേ ബൈപ്പോളർ സെക്കൻഡ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബൈപ്പോളർ ഫസ്റ്റിനകത്ത് അവർക്ക് നിർബന്ധമായിട്ടും എന്താണ് റെക്കർ ചെയ്തുകൊണ്ടിരിക്കണം. ഡിപ്രഷൻ ഉണ്ടാകും, കുറച്ച് കഴിയുമ്പോൾ ബൈപ്പോളർ മാനിക് എപ്പിസോഡ് വരെ ഇങ്ങനെ ഈ സംഭവം മാറിയിരിക്കണം. ഇനി മൂന്നാമത്തെ രോഗമാണ് സൈക്ലത്തോമിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇവരിൽ കാണുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ നമ്മൾ ഡിപ്രഷന് തന്നെ ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞ് അതിന്റെ സ്റ്റേറ്റുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പൊ അത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നൊക്കെയുള്ള രീതി നമ്മൾ സംസാരിച്ചായിരുന്നു അല്ലേ. അപ്പം ഇത് ആ ഒരു അവസ്ഥയിൽ ക്ലിനിക്കൽ ഡിപ്രഷൻ ആണ്, പക്ഷെ വളരെ മൈൽഡ് രീതിയിലായിരിക്കും ഡിപ്രഷൻ ഉണ്ടാകുന്നത്. പെട്ടെന്നൊന്നും നമുക്ക് ഭയങ്കരമായിട്ടും ക്ലിനിക്കൽ ഡിപ്രഷൻ കണക്ക് അസസ് ചെയ്യാൻ പറ്റത്തില്ല. വളരെ ചെറിയ രീതിയിലുള്ള ഡിപ്രഷൻ, ഒരു ചെറിയ വിഷാദം, അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ ചെറിയ ഒരു സന്തോഷം. ഇങ്ങനെ ചെറിയ സന്തോഷവും ചെറിയ വിഷാദവും കൂടിക്കലർന്ന് ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈക്ലത്തോമിക് ഡിസോർഡർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഡ്യൂറേഷൻ, സൈക്ലത്തോമിക് ഡിസോർഡർ ഇസ് മൈൽഡർ ഫോം ഓഫ് ബൈപ്പോളാർ. ലൈക്ക് ബൈപ്പോളർ സൈക്ലത്തോമിക് കൺസിസ്റ്റ് ഓഫ് സൈക്ലിക് മൂഡ് സ്വിങ്സ്. ഇവർക്ക് സ്വാഭാവികമായിട്ട് ഈ മൂഡ് സ്വിങ്സ് ആയിരിക്കും ഭയങ്കരമായിട്ട് കാണുന്നത്. ദ ഹൈസ് ആൻഡ് ലോസ് ആർ നോട്ട് സിവിയർ ഇനഫ് ടു ക്വാളിഫൈ ആസ് എയ്തർ മാനിയ ഓർ മേജർ ഡിപ്രഷൻ. നമുക്ക് എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ പല രീതി ഭയങ്കരമായിട്ട് മാനിക് എപ്പിസോഡോ ഭയങ്കരമായിട്ട് ഡിപ്രസീവ് സ്റ്റേറ്റോ ആയിരിക്കത്തില്ല. To be diagnosed with cyclothymia, one must experience numerous episodes of hypomania and mild over depression at least 2 year time. 2 വർഷക്കാലമെങ്കിലും ഈ അവസ്ഥ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് സൈക്ലത്തോമിക് ഡിസോർഡർ ആണെന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതാണ് ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഡിപ്രഷനകത്തും ബൈപ്പോളാറിനകത്തും പ്രത്യേകിച്ച് ഡ്യൂറേഷൻ ഭയങ്കരമായിട്ടില്ല. അത് സൈക്ലിക്കിംഗ് സ്വിങ് ആണ്, അങ്ങോട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് സംഭവം. കുറച്ച് ദിവസം ഡിപ്രഷൻ, കുറച്ച് ദിവസം മാനിക്ക്, കുറച്ച് ദിവസം ഡിപ്രഷൻ, കുറച്ച് ദിവസം ഹൈപ്പോമാനിയ, ഇങ്ങനെ മാറി മാറി മാറിയായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സൈക്ലത്തോമിയയില് അത് സ്വാഭാവികമായിട്ടും ഇത് വളരെ മൈൽഡ് ഫോം ആകുന്നത് കൊണ്ട് അത് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ, അത് ഡയഗ്നോസ് ചെയ്തിട്ട് നമ്മൾ പറയണം ഇയാൾക്ക് സൈക്ലത്തോമി ആണെന്ന് പറയണമെങ്കിൽ 2 വർഷക്കാലമെങ്കിലും കഴിഞ്ഞിരിക്കണം. സ്വാഭാവികമായിട്ടും ആ ഒരു രീതിയിലാണ് അതിന്റെ മുന്നോട്ട് പോകുന്നത്. ബിക്കോസ് പീപ്പിൾ വിത്ത് സൈക്ലത്തോമി ആർ അറ്റ് ആൻ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ഫുൾ ബ്ലോൺ ബൈപ്പോളർ. ഇങ്ങനെയുള്ള അവസ്ഥയിലുള്ള ആൾക്കാര് ബൈപ്പോളർ ഫസ്റ്റിനകത്തോട്ടോ സെക്കൻഡിനകത്തോട്ടോ പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. ഇത്രയുമാണ് ഈ രോഗങ്ങള്. ഒരു ഡൗട്ട്, 2 വർഷക്കാലം വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ 2 വർഷക്കാലത്തിനിടയ്ക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ല. അപ്പൊ അത് കാരണം അത് നമുക്ക് എന്താണ് ഭയങ്കരമായിട്ട് അത് അസസ് ചെയ്യാനായിട്ട് ആൾക്ക് വളരെ മൈൽഡ് ഫോമിലാണ് കിടക്കുന്നത്. ഭയങ്കരമായിട്ട് നമുക്ക് അത് പെട്ടെന്ന് അസസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ 2 വർഷക്കാലമെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ചില ആൾക്കാർക്ക് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാം. അപ്പൊ അങ്ങനെ കടന്നു പോകുന്നത് കൊണ്ട് നമുക്കിപ്പോ ഒരു 3-4 മാസം കൊണ്ട് ആൾക്ക് ചെറിയ ചില ദിവസങ്ങളിൽ ഇങ്ങനെ സന്തോഷമാണ്, ചില ദിവസം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു. അപ്പൊ അത് നമുക്ക് ഈ പേരില് പറയാനായിട്ട് പറ്റത്തില്ല. ഈ ഒരു അവസ്ഥ 2 വർഷക്കാലമെങ്കിലും ഉണ്ടായെങ്കിൽ മാത്രമേ അതങ്ങനെ ആ പേര് ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്താ സാറ് ഒരാള് അല്ല, ഈ 2 വർഷക്കാലം ഇല്ലെങ്കിലും ബട്ട് ദേ ക്യാൻ ബി ട്രീറ്റഡ് ഫോർ മാനിയ ആൻഡ് ഡിപ്രഷൻ. ക്ലിയർ ആയില്ല സാറേ? ഒന്നുകൂടി.
അല്ല, ഇതിന് സൈക്ലോതൈമിയ എന്ന് പറയണമെങ്കിൽ 2 വർഷം വേണം. പക്ഷേ ഈ 2 വർഷത്തിന് ഇടയിൽ തന്നെ ഇവർ ഇങ്ങനെയൊക്കെ ഈ സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ ബട്ട് ദേ ക്യാൻ ബി ട്രീറ്റഡ്. ട്രീറ്റഡ്, ഉറപ്പായിട്ടും ട്രീറ്റ് ചെയ്യണം, ട്രീറ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു ടേം അവർ ഉപയോഗിക്കത്തില്ല. ചെറിയ ഡിപ്രഷൻ ആണെന്നേ പറയത്തോ, ആ രീതിയിൽ അങ്ങ് പറഞ്ഞു പോത്തേ ഉള്ളൂ. ടു ബി ഡയഗ്നോസ്ഡ്. സർ ഇത് ബൈപ്പോളർ 1-ന് ഡ്യൂറേഷൻ 2 വീക്ക് ഉണ്ടാവണം, അങ്ങനെയാണോ സർ? അത് സ്വാഭാവികമായിട്ട് 2 വീക്സ് ആണ്. 2 മാസത്തിന് 2 ആഴ്ചക്കിടയ്ക്ക് ഇങ്ങനെ 2 വീക്സിൽ ഇടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. സൈക്ലിക് സ്വിങ് എന്നാ പറയുന്നത്, മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. ഒരു സംശയം പറഞ്ഞു കൂടെ. അല്ല, ഞാൻ ചോദിക്കാൻ വന്നത്, ഇങ്ങനെ ഒരാൾക്ക് ഫീൽ, അവർക്ക് തന്നെ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്, ഇതൊരു ഡിസോർഡർ ആണ് എന്ന് ഈ വ്യക്തിക്ക് അത് തോന്നാൻ സാധ്യതയുണ്ടോ? ഇതിന്റെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നോട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതിനകത്തോട്ട് വരും. അതിന്റെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഹൈപ്പോമാനിയിലേക്ക് അല്ലെങ്കിൽ മാനിക് എപ്പിസോഡിലൂടെ വരുമ്പോഴത്തേക്ക് സാധാരണ മനുഷ്യര് മനസ്സിലാക്കുന്നത് നോർമൽ ആണെന്നുള്ളതാണ്. നോർമാലിറ്റിയാണ് അവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പം അത് അവർക്ക് അറിയാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിനും അറിയാൻ പറ്റത്തില്ല. ഒരാള് ഒരു ഡോക്ടറിലേക്ക് പോയി കാണണമെങ്കിൽ വിഷാദ അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്തേ അവർ പോയി കാണത്തുള്ളൂ. പോയിന്റ് ലലിമ ഓക്കെ ആണോ? അന്നേരം അവര് തന്നെ പോകുമോ, അതോ വേറെ ഒരാൾ അവരെ ഗൈഡ് ചെയ്യണോ എന്നാണ് ഞാൻ ചോദിച്ചത്. സാധാരണ ആൾക്കാർ നമ്മുടെ വീടുകളിലുള്ളവരാണല്ലോ, ചില ദിവസമൊക്കെ ഇങ്ങനെ ഡിപ്രഷൻ ആണെന്ന് പറയുമല്ലോ. ആരും ഒന്നും കഴിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, അവ ഇങ്ങനെ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇവർക്ക് തന്നെ ഡിപ്രസീവ് സ്റ്റേറ്റ് വരുമ്പോൾ അറിയാൻ പറ്റുമോ? പക്ഷെ നമ്മുടെ പൊതുജന പറഞ്ഞോ സർ, ഈ സൈക്ലോതൈമിയ പേഷ്യന്റ് ക്ലയന്റിന് പിന്നെ സൂസൈഡൽ ടെൻഡൻസി കൂടുതൽ ഉണ്ടാവുന്നുള്ളത് ഉണ്ടോ സർ? ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ആ ടെൻഡൻസി ഉണ്ടാകും. ഡിപ്രസീവ് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴായിരിക്കും കൂടുതൽ. അടുത്തതിലേക്ക് പോട്ടെ. ലീല മാം ഓക്കെ ആണോ? ഞാൻ ആൻസർ ചെയ്തോ? There is no laboratory test, no brain scan and no paper and pencil test. ഈ ഒരു സംഭവത്തിന് പേപ്പർ ടെസ്റ്റുകളോ, സൈക്കോളജി നമ്മൾ ചെയ്യുന്ന പേപ്പർ ടെസ്റ്റുകളോ, ബ്രെയിൻ സ്കാനോ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് എന്താണ് ലബോറട്ടറി ടെസ്റ്റുകളോ ഒന്നിനകത്തൂടെയും ഒരാൾക്ക് ഈ രോഗമാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. ഡയഗ്നോസിസ് മെയ്ഡ് ബൈ ആൻ എക്സ്പീരിയൻസ്ഡ് ക്ലിനിക്കൽ പ്രൊവൈഡർ ഹു ടേക്സ് എ കെയർഫുൾ ഹിസ്റ്ററി. ഇത് ഇവിടെയാണ് നമുക്ക് മെന്റൽ സ്റ്റാറ്റസിന്റെ ആവശ്യകത ഭയങ്കരമായിട്ടും ഉണ്ടാകുന്നത്. നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഇത് ഇന്റർവ്യൂ ഒബ്സർവേഷനകത്തൂടെ ഈ സംഭവം തിരിച്ചറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഡിപ്രഷൻ എന്നുള്ള രീതിയിലായിരിക്കും അതിനെ മനസ്സിലാക്കുന്നത്. ഇനി എന്താണ് ഡിപ്രസീവ് സിംറ്റം? അത് നമ്മൾ അറിയണം. ഡിപ്രഷന്റെ സിംറ്റം ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, ഒന്നുകൂടി എടുത്തു പറയുകയാണ്. ദ ഡൗൺ കൺസിസ്റ്റ് ഓഫ് സാഡ് ആൻഡ് ബ്ലൂ മൂഡ്. എപ്പോഴും എന്താണ് ഇവർക്ക് എല്ലാം ഡൗൺ എന്നുള്ള ഭയങ്കര ഒരു വിഷാദത്തിന്റെ അവസ്ഥ, സങ്കടത്തിന്റെ ഒരവസ്ഥയിലായിരിക്കും ഇവർ പോകുന്നത്. സംടൈംസ് വിത്ത് എ സെൻസ് ദാറ്റ് തിങ്സ് ആർ ബാഡ് ആൻഡ് വിൽ നെവർ ഗെറ്റ് ബെറ്റർ. ഇവർക്ക് സ്വാഭാവികമായിട്ട് എൻ്റെ ജീവിതമേ കഷ്ടമായി, ഇനി ഇതൊന്നും ശരിയാകത്തില്ല, ഇതൊന്നും നന്നായിട്ട് പോകത്തില്ല എന്നുള്ള തോന്നലുകൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാകും. ഓഫൺ വൺ സ്റ്റോപ്പ് ഫീലിംഗ് പ്ലഷർ ഇൻ ഹിസ് യൂഷ്വൽ ആക്ടിവിറ്റീസ്. ഈ ഡിപ്രസീവ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആൾക്കാരെന്താണ്, അവർ സന്തോഷം അനുഭവിച്ചുകൊണ്ടിരുന്നതെല്ലാം അവര് അനുഭവിക്കാനായിട്ട് പറ്റാത്ത അവസ്ഥയിലേക്കും, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അവസ്ഥയിലേക്കും, ഹോപ്പ്ലെസ്നെസ്, ഗിൽറ്റ് ഫീലിംഗ്, അതോടൊപ്പം തിങ്കിങ് അബൌട്ട് എൻഡിങ് ഹിസ് ലൈഫ്, ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചും ഒക്കെ ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഡിപ്രഷന്റെ പ്രത്യേകതയായിട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞത്. അപ്പം ഈ ഒരു അവസ്ഥയിലൂടെയായിരിക്കും ഇവർ കടന്നു പോകുന്നത്. സംടൈംസ് ദർ ആർ ഫിസിക്കൽ ചേഞ്ചസ് ആസ് വെൽ, ലൈക്ക് ഇന്നബിലിറ്റി ടു സ്ലീപ്പ്. ഉറക്കം വരുന്നില്ല, വിശപ്പില്ലായ്മ തോന്നും, ഈറ്റിംഗ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കഴിക്കുന്ന അവസ്ഥകൾ, ഇതൊക്കെ ഈ ഡിപ്രസീവ് സ്റ്റേറ്റിന്റെ സിംറ്റംസ് ആണ്. ഇനി മാനിക് എപ്പിസോഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഒന്നും കൂടി പറയുകയാണ്. ഇവിടെ ഭയങ്കരമായിട്ടുള്ള അപ്സ് ആണ്. അപ്സ് ആർ മോർ വേരിയബിൾ.
ഈ വേരിയബിൾ ആയിട്ട് ഇങ്ങനെ അപ്സ് ഇങ്ങനെ ഉണ്ടാകും. ഡിപ്രഷൻ ഉണ്ടായി ഉടനെ തന്നെ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷം, ഉന്മാദം ആ ഒരു രീതിയിലേക്ക് പോകും. മെനി ടൈംസ് ദി അപ്സ് ആർ ഹാപ്പി ആൻഡ് ഒപ്റ്റിമിസ്റ്റിക്. ഈ സമയത്ത് ഇത്രയും ദിവസം ഹോപ്പ്ലെസ്നെസ്സും സാഡ്നെസ്സും ഫീലിങ്ങും എല്ലാം ഇരുന്ന് മനുഷ്യൻ പറയും, ഇന്ന് ഈ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം, എന്നുവെച്ചാൽ നമുക്ക് ഇന്ന് ഒന്ന് പുറത്ത് പോകണം കേട്ടോ, നമുക്ക് ഒരു ചെറിയ സോപ്പും അതും ഇതും ഒക്കെ വാങ്ങിക്കാനുണ്ട്, പള്ളിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം, ആ ബെഡ്ഷീറ്റ് എല്ലാം അഴുക്കാണ്, അതെല്ലാം ഇനി ഒന്നും കൂടി എടുത്തിട്ട് കഴുകണം, ഞാൻ അതെല്ലാം ചെയ്യാം. ഈ ഒരു രീതിയിലുള്ള ഒപ്റ്റിമിസ്റ്റിക് ശുഭാപ്തി വിശ്വാസത്തോടുള്ള ചേഞ്ചുകളിൽ ഇവരിലുണ്ടാകും. അറ്റ് അനദർ ടൈംസ് ദേ മേക്ക് ഫീൽ ഇറിറ്റബിൾ. അതോടൊപ്പം തന്നെ അവർക്ക് മറ്റുള്ള സമയങ്ങളിൽ ഈ മാനിക് എപ്പിസോഡിന് വിപരീതമായിട്ടുള്ള സമയങ്ങളിൽ, അതിന്റെ അർത്ഥം ഡിപ്രസീവ് സ്റ്റേറ്റിൽ അവർക്ക് ഇറിറ്റബിൾ ആയിരിക്കും. their thoughts or words can raise so quickly that can hardly keep with them. അവർക്ക് എന്താണ് ഈ ഡിപ്രസീവ് സ്റ്റേറ്റിലേക്ക് ഇരിക്കുന്ന സമയത്ത് തോട്ട്സുകൾ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളിലൂടെയൊക്കെ ആയിരിക്കും പോകുന്നത് എന്നുള്ളതാണ് ഈ മാനിക് എപ്പിസോഡിന്റെ പ്രത്യേകത. അപ്പം അത് നമ്മൾ കൃത്യമായിട്ടും തിരിച്ചറിയുക എന്നുള്ളതാണ്. ഹൈപ്പോമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിക്കിന്റെ അതേ തീവ്രതയിൽ ഉണ്ടാകത്തില്ല. In hypomania, the same symptom can occur as manic episode, as mania, but they are not severe as mania. അത്രമാത്രം തീവ്രതയിലായിരിക്കത്തില്ല ഇത് കാണുന്നത്, പക്ഷേ അവർക്കും ഈ ഒരു അവസ്ഥകളിലൂടെ തന്നെ ആയിരിക്കും പോകുന്നത്. പീരീഡ് ഓഫ് മാനിക് ഓർ ഡിപ്രസീവ് സിംറ്റംസ് ആർ കോൾഡ് എപ്പിസോഡ്. ഇങ്ങനെ മാറിയും തിരിഞ്ഞും വരുന്ന സോളുകളെയാണ്, അല്ലെങ്കിൽ ആ സോണിനെയാണ് നമ്മൾ എന്താണ് എപ്പിസോഡ് എന്ന് പറയുന്നത്. ഇപ്പം ബൈപ്പോളാർ ഡിസോർഡറിനകത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് ഡിപ്രഷന്റെ സ്റ്റേജ് ഉണ്ടാകും, അതോടൊപ്പം തന്നെ മാനിക്കിന്റെ സ്റ്റേജ് ഉണ്ടാകും. ഇത് രണ്ടും ഇങ്ങനെ മാറിയും തിരിഞ്ഞും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആൻഡ് ദേ ടിപ്പിക്കലി ലാസ്റ്റ് ഫോർ സെവറൽ വീക്സ്. ചില ആൾക്കാർക്ക് സെവറൽ വീക്സ് ആയിരിക്കും, ബട്ട് ക്യാൻ സംടൈംസ് ലാസ്റ്റ് മന്ത്സ്. ചില വ്യക്തികൾക്ക് മാസങ്ങളോളം അത് നിലനിന്നേക്കാം ഈ സ്റ്റേറ്റ്. സംടൈംസ് ഓൺലി എ കപ്പിൾ ഓഫ് ഡേയ്സ്. അപ്പം ഇതാണ് അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ചില വ്യക്തികളിൽ ഈ ഹൈപ്പോമാനിയ എന്ന് പറയുന്ന സ്റ്റേറ്റ് കുറേ നാളത്തേക്ക് ഇങ്ങനെ നീണ്ടിരിക്കാം. ചില ആൾക്കാർക്ക് ഇതിങ്ങനെ മാറി വരാം, പെട്ടെന്ന് തന്നെ അത് മാറും. ഇനി ചില ആൾക്കാർക്ക് ചില ദിവസങ്ങളിൽ മാത്രമേ ഇതുണ്ടാകത്തുള്ളൂ. അപ്പം ഈ ഷിഫ്റ്റുകളെയാണ് നമ്മൾ ഹൈപ്പോമാനിക് സിംറ്റം എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ ആണോ ഇത്രയും? അപ്പൊ ഞാൻ എന്താണ് ഡിപ്രസീവ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു, മാനിക് എപ്പിസോഡ് എന്താണെന്ന് പറഞ്ഞ്, ഹൈപ്പോമാനിയ എന്താണെന്ന് പറഞ്ഞു. ഹൈപ്പോമാനിയയും മാനിയയും ഒന്ന് തന്നെയാണ്, പക്ഷേ ഹൈപ്പോമാനിയ അത്രമാത്രം സിവിയർ ആയിരിക്കത്തില്ല. സോ ഡിപ്രഷൻ ഈസ് യൂണിപോളാർ ഡിസോർഡർ, ബൈപോളാർ ഈസ് എ ബൈപോളാർ ഡിസോർഡർ. ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അപ്പം സാധാരണ രീതിയിൽ ബൈപോളാർ ഡിസോർഡർ ഈസ് കോമൺലി മിസ്ഡയഗ്നോസ്ഡ് ആസ് ഡിപ്രഷൻ. സാധാരണ രീതിയിൽ ഒരു ഡോക്ടർ ആയാലും അല്ലെങ്കിൽ നമ്മൾ ഇത് പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് ഡിപ്രഷൻ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കത്തുള്ളൂ. സിൻസ് മോസ്റ്റ് പീപ്പിൾ വിത്ത് എ ബൈപോളാർ ഡിസോർഡർ സീ ഹെൽപ്പ് വെൻ ദേ ആർ ഇൻ ദ ഡിപ്രസീവ് സ്റ്റേജ് ഓഫ് ഇൽനസ്. നേരത്തെ ലീല മാം ചോദിച്ചതിന് ആൻസർ ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്താണ്, ഈ ഡിപ്രസീവ് സ്റ്റേജിൽ മാത്രമേ നമ്മൾ ഒരിക്കലും അത് നോട്ട് ചെയ്യത്തുള്ളൂ. നമ്മൾ നോട്ട് ചെയ്യുന്നത് ഡിപ്രസീവ്, സന്തോഷാവസ്ഥയിൽ പെട്ടെന്നൊന്നും ആരെയും നോട്ട് ചെയ്യാറില്ല. ഇനി ഒരാൾക്കുള്ളത് ഡിപ്രഷൻ ആണോ ബൈപോളാർ ആണോ എന്നറിയാനായിട്ട് ഞാൻ ഒരു 10-12 പോയിന്റുകൾ പറയും. ആ പോയിന്റ്സ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മതി, ആൾക്ക് ഡിപ്രഷൻ ആണോ ബൈപോളാർ ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇത്രയും വ്യക്തമാണോ? When they are in the manic stage, they do not recognize the problem. ഈ മാനിക് സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവർ ഒരിക്കലും ആ പ്രോബ്ലം റെക്കഗ്നൈസ് ചെയ്യത്തില്ല. What is most people with the bipolar disorder are depressed as much greater duration of the time than they can manic or hypomania. സാധാരണ രീതിയിൽ ഡിപ്രഷൻ ആയിരിക്കും ഇവർ കൂടുതലും മുന്നോട്ട് പോകുന്ന ഈ സമയത്ത് മാത്രമേ നമുക്കത് കാണാനായിട്ട് പറ്റുന്നു. ബൈപോളാർ ഡിസോർഡർ ഈസ് കൺഫ്യൂസ്ഡ് വിത്ത് ഡിപ്രഷൻ ബിക്കോസ് ഇറ്റ് ക്യാൻ ഇൻക്ലൂഡ് ഡിപ്രസീവ് സ്റ്റേജ്. ഈ ഡിപ്രസീവ് എപ്പിസോഡ് ഭയങ്കരമായിട്ട് ഉള്ളത് കൊണ്ട് സാധാരണ അസസ്മെന്റിനകത്ത് പെട്ടെന്ന് ഒരാൾ അസസ് ചെയ്യുമ്പോഴോ മനസ്സിലാക്കുമ്പോഴോ അത് ഡിപ്രഷൻ ആയിട്ടേ മനസ്സിലാകത്തുള്ളൂ. പക്ഷെ ആൾക്ക് ചിലപ്പം ബൈപോളാർ ആയി കഴിയും. ഇനി അത് എന്താണ് എന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ. The main difference between the two, depression is unipolar. അതിനകത്ത് ഒറ്റ പോളാറേ ഉള്ളു, ബൈപോളാറിനകത്ത് 2 പോളാറും ഉണ്ട്. അത് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അതത്രയും മതി. ഇനി ഇൻഡിക്കേഷൻ, ഏത് രീതിയിലാണ് ബൈപോളാർ ആണോ ഡിപ്രഷൻ ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ടുള്ള മാർഗങ്ങൾ 11 പോയിന്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
ഈ 11 പോയിന്റ് വെച്ചിട്ട് ഒരു വ്യക്തിക്ക് ഡിപ്രഷൻ ആണോ ബൈപ്പോളർ ആണോ എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താനായിട്ട് പറയും. ഇൻഡിക്കേഷൻ ദാറ്റ് വൺസ് ഡിപ്രഷൻ ഈസ് ബൈപ്പോളർ, ഒരാളിൽ കാണുന്ന ആ ഡിപ്രസീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബൈപ്പോളർ ആണെന്ന് തിരിച്ചറിയാനായിട്ടുള്ള എളുപ്പമാർഗം. ഒന്ന്, വൺ എക്സ്പീരിയൻസ് റിപ്പീറ്റഡ് എപ്പിസോഡ് ഓഫ് മേജർ ഡിപ്രഷൻ. ഇടയ്ക്ക് ഇങ്ങനെ ആൾക്ക് എന്താണ് മേജർ ഡിപ്രഷൻ ഉണ്ടാകുന്നു. അതിന്റെ അർത്ഥം ക്ലിനിക്കൽ ഡിപ്രഷൻ കുറച്ച് നാൾ ഇങ്ങനെ ഉണ്ടാകുന്നു, പെട്ടെന്ന് വിട്ടുമാറുന്നു, വീണ്ടും വരുന്നു, ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആൾക്ക് ബൈപ്പോളർ ആണെന്നുള്ളതാണ്. 2, വൺ ഹാഡ് ഹിസ് ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് മേജർ ഡിപ്രഷൻ ബിഫോർ ഏജ് 25. 25 വയസ്സിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരാൾക്ക് ക്ലിനിക്കൽ ഡിപ്രഷൻ അല്ലെങ്കിൽ മേജർ ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യം അതുണ്ടാകുകയാണെങ്കിൽ അതൊരു സൂചനയാണ്. മൂന്നാമത്തത്, വൺ ഹാസ് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് വിത്ത് ബൈപ്പോളാർ ഡിസോർഡർ. ആർക്കെങ്കിലും തങ്ങളുടെ കുടുംബത്തില് ഡിപ്രഷൻ ബൈപ്പോളാർ എന്ന് പറയുന്ന രോഗമുള്ള ഒരു ഫസ്റ്റ് ഡിഗ്രിയിലുള്ള ഒരാളുണ്ടെങ്കിൽ അവർക്ക് പറയുകയാണോ? ഓക്കെ. അപ്പം ഇതാണ് മൂന്നാമത്തത് ബൈപ്പോളാർ എന്ന് പറയുന്ന അവസ്ഥ. നാലാമത്തെ ഒരു പ്രത്യേകത, when one is not depressed, one's mood and energy level are higher than most people's. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ ആ ചേച്ചിയുടെ കാര്യം ചോദിച്ചപ്പോൾ മാനിക് എപ്പിസോഡിലേക്ക് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ജസ്മോനജി ഇവിടെ നിന്ന് സംസാരിക്കും, ജസ്മോനജി ഈ വിരലിലെടുത്തിട്ട് ഞാൻ കറക്കും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. when one is more not depressed, അവർ ഡിപ്രസീവ് സ്റ്റേറ്റിൽ അല്ലാത്ത സമയത്ത് one's mood and energy levels are higher than most people. സാധാരണ മനുഷ്യരെക്കാളും അസ്വാഭാവികമായിട്ടുള്ള ഭയങ്കര എനർജി ഇവർക്ക് ഫീൽ ചെയ്യും. അഞ്ചാമത്തെ സിംപ്റ്റം, ചോദ്യങ്ങൾ ചോദിക്കുകയാണോ അതോ ഈ മാനിക് എപ്പിസോഡില് അവർക്ക് അവരുടെ അഫക്റ്റ് ഉണ്ടല്ലോ, മൂഡും അഫക്റ്റും, ആ അഫക്റ്റില് അവർക്ക് ഒരു യുഫോറിയ, അതെ, യുഫോറിയ, ഇലേഷൻ, എക്സാൾട്ടേഷൻ, എക്സ്റ്റസി, അത് എങ്ങനെയാ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം? അതെ, യൂഫോറിയ, എക്സൾട്ടേഷൻ അത് അതിന്റെ ഫോമുകളാണ്, അതിന്റെ രീതികളാണ്. എക്സോൾട്ടൻ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള എക്സോൾട്ടൻ, ഒരു ചൂട്. ഇത് യൂഫോറിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം, ഭയങ്കര ബഹളം, ഭയങ്കരമായിട്ടുള്ള എന്താണ് സെക്സുള്ള താല്പര്യങ്ങൾ, ഭയങ്കരമായിട്ട് ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് കോൾഡ് യൂഫോറിക്. അതല്ലേ ഇപ്പോഴത്തെ ആവേശം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് കാണുന്നത്? ഞാൻ സിനിമ അച്ഛൻ കണ്ടില്ല, അതൊന്ന് കണ്ടാൽ അത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. കൃഷ്ണമ്മ ക്ലിയർ ആയോ? വാക്കുകളുടെ കളിയാണ് അതിനകത്ത് കേട്ടോ. അതെ, പൊതുവെ അത് പറയുന്നത് യൂഫോറിക് സ്റ്റേറ്റ് എന്നാ പറയുന്നത്. യൂഫോറിക്, എലവേറ്റഡ് മൂഡ്. അഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തകള്, അവർക്ക് ഇങ്ങനെ റേസിങ് ചിന്തകളായിരിക്കും, ഭയങ്കര. ഇപ്പൊ പുറത്തു പോകണം, ജസ്റ്റ് നമുക്ക് പോയി സോപ്പ് വാങ്ങിക്കാൻ, ചീപ്പ് വാങ്ങിക്കാൻ, അത് തുണിയെല്ലാവർക്കാണ്, ഇറങ്ങി പോയ വണ്ടി എടുക്കെ, വണ്ടിയിൽ ഞാൻ എണ്ണ അടിക്കാം. യൂഫോറിക് ഒരിക്കൽ പോലും പറയത്തില്ല ആള്. ആ ആള് പെട്ടെന്ന് ഈ രീതിയിൽ പറയുന്നതിനെയാണ് യൂഫോറിക്, എലവേറ്റഡ് മൂഡ്. ഓക്കെ. അഞ്ചാമത്തത്, when one is depressed, one oversleeps or overeat. ഒന്നുകിൽ ഭയങ്കരമായിട്ട് ഉറങ്ങും കിടന്ന്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കഴിക്കും. ആറാമത്തത്, one's episodes of major depression are short, less than 3 months. ഇവർക്ക് ഉണ്ടാകുന്ന എപ്പിസോഡ് ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്, ആ ഡിപ്രസീവ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കഷ്ടിച്ചൊരു 3 മാസമേ നീണ്ടിരിക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ ഉടനെ ഇവർക്ക് അത് മാറിയിട്ട് അവരെന്ത് സ്റ്റേറ്റിലേക്ക് വരും? സന്തോഷത്തിലേക്ക് വരും. അപ്പം അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ഇതായിട്ട് പറയുന്നത്. വൺ ഹാസ് ലോസ്റ്റ് കോണ്ടാക്ട് വിത്ത് ദ റിയാലിറ്റി വൈൽ ഡിപ്രസ്ഡ്. ഈ ഡിപ്രസീവ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അവർക്ക് കംപ്ലീറ്റ് റിയാലിറ്റീവായിട്ട് അവരെന്താണ് ഡിസോർഗനൈസ്. ഈ ഇടയ്ക്ക് എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചി, അവർക്ക് ഈ ബൈപ്പോളാറാണ്. വർഷങ്ങളായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മരുന്ന് കഴിച്ച് ആളെ ഹസ്ബൻഡ് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു, വീണ്ടും വരുന്നത്. ആൾക്ക് ഇപ്പം ചിന്ത എന്താണ്? ഈ ആശുപത്രി ചെല്ലുമ്പം ഡോക്ടർ 1000 രൂപ വാങ്ങിക്കുന്നതാണ് ഇപ്പം പ്രശ്നം, അതുകൊണ്ട് പോകത്തില്ല എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം ലാപ്സ് എന്ന് പറയുന്ന സംഭവം അതിനകത്ത് ഉണ്ടാകും.
അപ്പൊ ഈ ആള് ഈ ഇടയ്ക്ക് ഞാൻ അന്ന് ഒരിക്കൽ വീട്ടിൽ ചെല്ലുന്ന എന്നെ വിളിച്ചിട്ട് അങ്ങനെ ഞാൻ വീട്ടിൽ ചെല്ലുന്ന സമയത്താണ് ആൾക്ക് ആ റിയാലിറ്റി കംപ്ലീറ്റ് വിട്ടുപോയിട്ട് എന്നെ കണ്ട ഉടനെ പുള്ളി എന്തോ അസുഖം പുള്ളി കംപ്ലീറ്റ് അവിടെ നിന്ന് ബാത്റൂമിൽ പോയി. എന്നിട്ട് പിന്നെ ആ ചേട്ടൻ വന്ന് എല്ലാം വാരി കെട്ടി പിടിച്ചകത്ത് കൊണ്ടുപോയി എന്നെ പുറത്ത് നിർത്തിയിരുന്ന്. ചില ആൾക്കാർക്ക് സംഭവിക്കുന്നത് റിയാലിറ്റി പ്രശ്നം ഇതായിട്ട് അവർക്ക് എന്താണ് സംഭവിക്കുന്നത് അവർക്ക് അറിയത്തില്ല. ഇത് സംഭവിക്കാൻ സാധ്യത. വൺ ഹാസ് ലോസ്റ്റ് കോണ്ടാക്ട് വിത്ത് റിയാലിറ്റി വൈൽ ഡിപ്രസ്ഡ്. അവരാരാണ്, ഞാൻ എവിടെ നിൽക്കുന്നു, എന്ത് നിൽക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനിടയ്ക്ക് അവർക്കുണ്ടാകാം. വൺ ഹാസ് ഹാഡ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ബിഫോർ. ഇനി ഒരു സ്ത്രീ ആണെങ്കിൽ പ്രസവാനന്തര പ്രശ്നം ഉണ്ടെങ്കിൽ, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ബൈപോളർ ആകാനായിട്ടുള്ള സാധ്യതയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. വൺ ഹാസ് ഡെവലപ്ഡ് മാനിയ ഓർ ഹൈപ്പോമാനിയ വൈൽ ടേക്കിംഗ് ആൻ ആന്റി ഡിപ്രസന്റ്. ഇപ്പം ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞ് നമ്മൾ എന്താണ് ഡിപ്രഷന്റെ മരുന്ന് കൊടുത്ത് ആ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഇവര് മാനിക് എപ്പിസോഡിലേക്ക് ഹൈപ്പോമാനിയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് അവർക്ക് ഡിപ്രഷനാണ്. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഡിപ്രഷന്റെ മരുന്ന് ഒരു ഇച്ചിരി ഡ്യൂറേഷൻ എടുക്കും, അത്യാവശ്യം നല്ലൊരു ഡ്യൂറേഷൻ എടുത്തെങ്കിലേ ആ ഡിപ്രസീവ് സ്റ്റേറ്റ് മാറത്തുള്ളൂ. എന്നാൽ ഇവർക്കെന്ന് പറഞ്ഞാൽ വൺ ഹാസ് ഡെവലപ്ഡ് മാനിക് ഓർ ഹൈപ്പോമാനിയ വൈൽ ടേക്കിംഗ് ആൻ ആന്റി ഡിപ്രസന്റ്. ആന്റി ഡിപ്രസന്റ് മെഡിക്കേഷൻ ഡോക്ടർ ബൈപോളർ ആണെന്ന് റെക്കഗ്നൈസ് ചെയ്യാതെ തന്നെ ആൾക്ക് ഡിപ്രഷൻ ആണെന്നുള്ള ഗണത്തിൽ മനസ്സിലാക്കിയിട്ട് എന്താണ് ആ ഒരു അനുമാനത്തിൽ ഈ ആന്റി ഡിപ്രസന്റ് ആണ് കൊടുത്തത്. ആന്റി ഡിപ്രസന്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഉടനെ തന്നെ ഇവർക്ക് എന്ത് ചെയ്യും, മാനിക് എപ്പിസോഡിലേക്കും ഹൈപ്പോമാനിയിലേക്കും വരുവാണെങ്കിൽ നമ്മളപ്പോഴും മനസ്സിലാക്കുന്ന എന്താണ്, ആ മരുന്ന് കഴിച്ച ആള് ശരിയായി എന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ അതൊരു സിംറ്റമാണ്, ഒരു എളുപ്പം മാർഗമാണ് മനസ്സിലാക്കാനായിട്ട്. വൺസ് ആന്റി ഡിപ്രസൻ സ്റ്റോപ്ഡ് വർക്കിംഗ് ആഫ്റ്റർ സെവറൽ മന്ത്സ്. അപ്പം അതോടൊപ്പം തന്നെ 10ാമത്തെ ഒരു പോയിന്റ് ആയിട്ട് വൺസ് ആന്റി ഡിപ്രസൻ സ്റ്റോപ്ഡ് വർക്കിംഗ് ആഫ്റ്റർ സെവറൽ മന്ത്സ്, ആ സമയങ്ങളിലും ഇവർക്കിത് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. 11ാമത്തത് വൺ ഹാസ് ട്രൈഡ് 3 or more ആന്റി ഡിപ്രസന്റ് വിത്തൗട്ട് സക്സസ്. അപ്പം വിഷാദമാണെന്നും പറഞ്ഞ് ഡോക്ടർ മനസ്സിലാക്കിയിട്ട് ആദ്യം ഒരു മെഡിസിൻ ആന്റി ഡിപ്രസന്റ് കൊടുത്ത് അതിന്റെ ഡോസ് ആകുന്നില്ലെന്ന് പറഞ്ഞ് അടുത്ത ദിവസം വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മാറ്റി കൊടുത്ത് അങ്ങനെ അതിന്റെ കണ്ടൻസും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്ത് 3 എണ്ണം ഉപയോഗിച്ചിട്ട് പോലും ആൾക്ക് ഈ ഡിപ്രസീവ് സ്റ്റേറ്റ് മാറുന്നില്ല എങ്കിൽ ഇറ്റ് ഈസ് എ ഇൻഡിക്കേഷൻ ദാറ്റ് വൺ ഹാസ് ഗോട്ട് ബൈപോളർ എന്നുള്ള രോഗം. ഐഡിയ ഓക്കെ ആണോ? അടുത്തത് ഇനി ഇതിന്റെ അസോസിയേറ്റഡ് ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്, ഡ്യൂറിങ് എ മാനിക് എപ്പിസോഡ് ഇൻഡിവിജ്വൽ ഓഫൺ ഡു നോട്ട് പെർസീവ് ദാറ്റ് ദേ ആർ ഇൽ. സ്വാഭാവികമായിട്ടും മാനിക് എപ്പിസോഡിലോ ഹൈപ്പോമാനിയയിലോ ഇരിക്കുമ്പോൾ ഈ മനുഷ്യർ എന്താണ്, അവർക്കൊരു അസ്വാസ്ഥ്യം ഉണ്ടെന്ന് അവരറിയത്തില്ല. ഓർ നീഡ് ഫോർ ട്രീറ്റ്മെന്റ് ആൻഡ് വെഹമൻലി റെസിസ്റ്റ് എഫോർട്ട് ടു ട്രീറ്റ്. അതുകൊണ്ട് തന്നെ ഇവര് എന്താണ് ട്രീറ്റ്മെന്റിനകത്ത് പോകത്തതുമില്ല, ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് ആവശ്യകതയില്ല എന്നുള്ള തോന്നലിൽ തന്നെ അവരിയ്ക്കും. ഇൻഡിവിജ്വൽസ് മേ ചേഞ്ച് ദെയർ ഡ്രസ്, മേക്കപ്പ് ഓർ പേഴ്സണൽ അപ്പിയറൻസ് ടു എ മോർ സെക്ഷലി സജസ്റ്റീവ്. എന്താണ് സെക്ഷൽ ഓറിയന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ മാനിക് എപ്പിസോഡിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഹൈപ്പോമാനിയിലേക്ക് വരുമ്പം അവർ ഭയങ്കരമായിട്ട് താല്പര്യം കാണിക്കും, അവർ ഡ്രസ്സുകൾ മാറ്റും, മേക്കപ്പ് ചെയ്യും, പേഴ്സണൽ അപ്പിയറൻസ് ഭയങ്കര ഹൈ ആക്കി കാണിക്കും. ഈ ഒരു അവസ്ഥ എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചിയുടെ നാത്തൂന്റെ ഹസ്ബൻഡ്, ആൾക്ക് ഈ ഡിപ്രഷനാണ്, ഈ ബൈപോളറാണ്. ആള് സാധാരണ രീതിയിലൊന്നും അങ്ങനെ വലിയ സെക്ഷൽ ലൈഫൊക്കെ വലിയ പ്രശ്നമുള്ള ഒരാളാണ് ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷെ ആൾക്ക് ഈ ഒരു സ്റ്റേജിലേക്ക് വരുമ്പം വൈഫിൻ്റെ ഒരിക്കലൊക്കെ ഭയങ്കരമായിട്ട് ജീൻസ് ഒക്കെ ഇട്ട് പാൻസ് ഒക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ഒരുങ്ങി പിടിച്ച് ഇങ്ങനെ ഈ ഒരു അപ്പിയറൻസിലേക്ക് ചെല്ലും. ഇയാൾ പുറത്തു പോകുമ്പോഴത്തേക്ക് ഭയങ്കര, എന്നിട്ട് ഇവരൊക്കെ തന്നെ ചോദിക്കും ഓക്കെ ആണോ ഇതാണോ എന്നുള്ള ചോദ്യങ്ങൾ. ആൾക്ക് ബൈപോളറിന്റെ ഈ രോഗികളുടെ ആണുങ്ങളാണെങ്കിൽ ഈ ഒരു അപ്പിയറൻസ് ഭയങ്കരമായിരിക്കും, സ്ത്രീകളിലും ഉണ്ടാകും അത്. അടുത്ത ഒരെണ്ണം ഗ്യാംബ്ലിങ് ആൻഡ് ആന്റി സോഷ്യൽ ബിഹേവിയർ. ഇങ്ങനെ കുറ്റം പറച്ചില് ഭയങ്കര ടൊക്കേറ്റീവ് ആയിരിക്കും ഇവര്, ഭയങ്കരമായിട്ട് സംഭാഷണങ്ങൾ, അത് കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ ചൂതാട്ടത്തിലേക്ക്, ചീട്ടുകളി അല്ലെങ്കിൽ അങ്ങനെ ഫോൺ അഡിക്ഷൻ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലേക്ക് ഗ്യാംബ്ലിങ്ങിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ മാനിക് എപ്പിസോഡിലൂടെ. അതോടൊപ്പം തന്നെ ആന്റി സോഷ്യൽ ബിഹേവിയറുകൾ കാണിക്കും. റൂൾസും വൈലേഷൻസും ഒക്കെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വൈലേറ്റ് ചെയ്യുന്ന ഒരു പ്രവണതയും ഇവരിലുണ്ടാകാനായിട്ടുള്ള സാധ്യത ഈ മാനിക് സ്റ്റേറ്റിലുണ്ടാകും. മൂഡ് മേ ഷിഫ്റ്റ്
വെരി റാപ്പിഡ്ലി ടു ആങ്കർ ഓർ ഡിപ്രഷൻ. പെട്ടെന്ന് തന്നെ ഇവരെ മൂഡ് മാറിയിട്ട് ഒന്നീ ദേഷ്യം കാണിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വിഷാദത്തിന്റെ ഒരു സിംറ്റം ഇവർ കാണിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന് അസോസിയേറ്റ് ഫീച്ചർ പറയുന്നു. ഡിപ്രസീവ് സിംറ്റം മേ ഒക്കർ ഡ്യൂറിംഗ് മാനിക് എപ്പിസോഡ് ആൻഡ് ഇഫ് പ്രസന്റ് മേ ലാസ്റ്റ് മൊമെന്റ്സ്, അവേഴ്സ് ഓർ മോർ, റെയർലി ഡേയ്സ്. സാധാരണ രീതിയിൽ ഡിപ്രസീവ് സിംറ്റം ഇവർക്ക് ഈ മാനിക് സ്റ്റേജിന് ഇടയ്ക്ക് തന്നെയാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് വളരെ ഷോർട്ടായിട്ട് ഉള്ള സമയങ്ങളിലായിരിക്കും ഉണ്ടാകുന്നത്. ചില ആൾക്കാർക്ക് ഒരു മൊമെന്റിൽ മാത്രമേ ഇത് കാണത്തുള്ളൂ. അപ്പം ഇതൊരു അസോസിയേറ്റഡ് ഡയഗ്നോസിസ്, സപ്പോർട്ടിംഗ് ഡയഗ്നോസിസ് ക്രൈറ്റീരിയകളാണ്. വ്യക്തമല്ലേ ഇത്? ഓക്കെ സർ. ഇനി എൻ്റെ റിസ്ക് ഫാക്ടർ നമുക്ക് എന്താണ് ഈ സാധാരണ പറയുന്നത്, ബൈപ്പോളാർ ഡിസോർഡർ ഭയങ്കരമായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു രോഗമാണ്. സെപ്പറേറ്റഡ് ആയിട്ടുള്ള, ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള, വിഡോഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിലാണ് ഇതിന്റെ ഹൈ റേറ്റുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ മാരീഡ് ആയിട്ടുള്ളവരിലും അൺമാരീഡ് ആയിട്ടുള്ളവരിലും ഇത് വളരെ കുറവായിട്ടാണ് പറയപ്പെടുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് അൺക്ലിയർ ആണ്. സ്റ്റഡീസ് ഇങ്ങനെയാണ് പറയുന്നത്. അത് റിസ്ക് ആൻഡ് പ്രോഗ്നോസിസ് ഫാക്ടേഴ്സ് ആണ്. എൻവയറൺമെന്റ് ഫാക്ടർ ആയിട്ട് പറയുന്നത് അങ്ങനെയാണ്. ജനറ്റിക് ഫാക്ടേഴ്സ് നമുക്കറിയാം. സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന രോഗമുള്ളവർക്കും ബൈപ്പോളാർ എന്ന് പറയുന്ന രോഗങ്ങളിലെല്ലാം ജനറ്റിക് ഫാക്ടർ ഒരു ക്രൈറ്റീരിയ ആയിട്ട് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും ഇതുണ്ടെങ്കിൽ അത് സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഒരു 10-fold ഇൻക്രീസ്ഡ് റിസ്ക് ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം അത്രയുമാണ് ഈ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. അപ്പം for diagnosis of bipolar first, it is necessary to meet the following criteria for manic episode. ഇന്ന് ഞാൻ പറയുന്നത് ആ DSM പുസ്തകത്തിനകത്ത് ഏത് രീതിയിലാണ് നരേറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ഈ മാനിക് എപ്പിസോഡിന്റെ ക്രൈറ്റീരിയകൾ പഠിക്കണം. മാനിക് എപ്പിസോഡ് എന്താണ്, നമ്മൾ അതിന്റെ ഫീച്ചേഴ്സ് എല്ലാം ഞാൻ പറഞ്ഞു. മാനിക് എപ്പിസോഡ് എന്ന് പറയുന്ന ക്ലിനിക്കൽ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഈ രീതിയിലാണ്. ഫ്ലാറ്റഡ് സെൽഫ് എസ്റ്റീം ഓർ ഗ്രാൻഡ്യൂസിറ്റി, ഞാനാണ് വലിയവൻ എന്നൊക്കെയുള്ള ആ ഒരു തോന്നൽ ഇവർക്ക് ഭയങ്കരമായിട്ടുണ്ടാകണം. രണ്ടാമത്തെ ക്രൈറ്റീരിയ, ഒന്നാമത്തെ പോയിന്റ്. ഡിക്രീസ്ഡ് നീഡ് ഫോർ സ്ലീപ്പ്, ഫീൽസ് റെസ്റ്റഡ് ആഫ്റ്റർ ഓൺലി 3 hours ഓഫ് 3 മണിക്കൂറൊക്കെ ഉറങ്ങി കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി ഞാൻ ഭയങ്കരമായിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങി, കുറേ നാളായി ഉറക്കമില്ലാതെ, ഇന്ന് ഭയങ്കര സന്തോഷം. ഈ ഒരു സ്റ്റേറ്റ് അവർക്കുണ്ട്. ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് ഓർ സബ്ജക്റ്റ് എക്സ്പീരിയൻസ് ദാറ്റ് തോട്ട്സ് ആർ റേസിങ്, ഇവർക്ക് ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് ഉണ്ടാകും. ഡിസ്ട്രാക്റ്റബിലിറ്റി ഭയങ്കരമായിട്ട് ഈ സമയങ്ങളിൽ ഉണ്ടാകും. ഇതൊക്കെയാണ് അതിന്റെ മാനിക് എപ്പിസോഡ്. അപ്പം ആ മാനിക് എപ്പിസോഡിന്റെ ക്രൈറ്റീരിയകൾ മനസ്സിലാക്കുക, ഡിപ്രഷന്റെ ക്രൈറ്റീരിയകൾ മനസ്സിലാക്കുക, ഹൈപ്പോമാനിയയുടെ ക്രൈറ്റീരിയകൾ മനസ്സിലാക്കുക. ഇത് ഇത്രയും നമ്മൾ പറഞ്ഞതാണ്. അതിനുശേഷമാണ് ഒരാളിലെ ബൈപ്പോളാർ ഫസ്റ്റ് ഡിസോർഡർ ആണോ സെക്കൻഡ് ഡിസോർഡർ ആണോ എന്ന് നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ടാണ് ബൈപ്പോളാർ ഫസ്റ്റ് ഡിസോർഡറിന്റെ ക്രൈറ്റീരിയ ഹാവ് ബീൻ മെറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് 1 മാനിക് എപ്പിസോഡ്. മാനിക് എപ്പിസോഡിനെ കുറിച്ച് പറഞ്ഞത് മാനിക് എപ്പിസോഡിന്റെ ക്രൈറ്റീരിയയിലാണ്. A to D, മാനിക് എപ്പിസോഡിനകത്ത് A to D യെ കുറിച്ച്, A മുതൽ D വരെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് ഓടിച്ചു കണ്ട് ആ സംഭവങ്ങളെല്ലാം ഇവിടെ മീറ്റ് ചെയ്തിരിക്കണം. രണ്ടാമത്തെ ക്രൈറ്റീരിയ പറയുന്നത് ദ ഒക്കറൻസ് ഓഫ് മാനിക് ഓർ മേജർ ഡിപ്രസീവ് എപ്പിസോഡ് is not better explained by schizoaffective disorder, schizophrenia, schizophrenic form disorder, delusional disorder or other specified or unspecified schizophrenia spectrum and other psychotic disorder. Schizophrenia എന്ന് പറയുന്ന രോഗങ്ങളിലോ അല്ലെങ്കിൽ ഡെലൂഷണൽ ഡിസോർഡറിനകത്തോ അല്ലെങ്കിൽ സ്കിസോ അഫക്റ്റീവ് ഡിസോർഡറിന്റെ അടിസ്ഥാനത്തിലും ഇതുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബൈപ്പോളാർ ഫസ്റ്റ് അങ്ങനെ അല്ലാതെ ആൾക്ക് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം ക്ലിനിക്കൽ ഡിപ്രഷൻ ആണെങ്കിൽ അത് ബൈപ്പോളാർ ഫസ്റ്റ് ഡിസോർഡർ ആണ്. ഐഡിയ ക്ലിയർ ആണോ? അതെങ്ങനെ സാറേ ക്ലിനിക്കൽ ഡിപ്രഷൻ ആണെങ്കിൽ ബൈപ്പോളാർ 1 എന്നുള്ളതിന്റെ? എന്താ ദൈവമേ, ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. ക്ലിനിക്കൽ ഡിപ്രഷൻ, ആ ഡിപ്രഷൻ നിർബന്ധമായിട്ടും ഉണ്ടാകണം, ആ ഡിപ്രസീവ് സ്റ്റേറ്റ് ഉണ്ടാകണം. ആ ഡിപ്രഷൻ ഉണ്ടായിട്ട് ഈ പറയപ്പെടുന്ന മാനിക് കൂടി ഉണ്ടായാൽ ബൈപ്പോളാർ ഫസ്റ്റ് ഡിസോർഡർ. അപ്പൊ അതിന്റെ ഫീച്ചറിനകത്ത് ഞാൻ എടുത്തു പറഞ്ഞ എന്താണ്, ബൈപ്പോളാർ ഫസ്റ്റ് ഡിസോർഡറിനകത്ത് ഡിപ്രഷനും മാനിക്കുമാണ്. അത് വിട്ടുപോകരുത്. ഡിപ്രഷൻ ഉണ്ടാകണം, മാനിക് ഉണ്ടാകണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്ക് ബൈപ്പോളാർ ഫസ്റ്റ് ഡിസോർഡർ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ബൈപ്പോളാർ ഫസ്റ്റ് ഡിസോർഡർ എന്താണ്,
ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഈ 2 പോയിന്റ് മാത്രമാണ്. 2 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അവർക്ക് എന്താണ് മാനിക് എപ്പിസോഡുകൾ ഉണ്ടാകണം. അതിന്റെ മാനിക് എപ്പിസോഡിനകത്താണ് അത് പറയുന്നത്. അതോടൊപ്പം തന്നെ സ്കിസോഫ്രീനിയയുടെ ഭാഗമാകാൻ പാടില്ല, മറിച്ച് ക്ലിനിക്കൽ ഡിപ്രഷൻ തന്നെയായിരിക്കണം. ബൈപ്പോളാറിനും സെക്കൻഡിനകത്തും അത് തന്നെയാണ്, സെയിം സാധനം തന്നെയാണ് പറയുന്നത്. അവർക്കും എന്താണ് മാനിക് എപ്പിസോഡിനകത്തുള്ള ഡിപ്രഷനകത്തുള്ള ഡിപ്രഷൻ ഉണ്ടാകണം, ഹൈപ്പോമാനിയ ഉണ്ടാകണം. തേർഡിനകത്ത് ചെറിയ ഡിപ്രഷനും ചെറിയ ഉന്മാദവും എന്താണ് നമുക്കറിയാം. അപ്പം ആ രീതിയിലാണ് ഇത് റീഡ് ചെയ്യേണ്ടത്. സംഭവം അത്യാവശ്യം ക്ലിയർ ആണോ? ബാക്കി നിങ്ങളുടെ നോട്ടിനകത്ത് തറവ് വായിച്ചാൽ മതി, പിടികിട്ടും. ക്ലിയർ ആണ്. ഫാദർ, ബൈപോളർ 1 2 തമ്മിൽ ഡിഫറൻസ് ഒന്ന് പറയാമോ? ബൈപോളർ സ്കിസോഫ്രീനിയ നമുക്ക് ബ്രെയിൻ സ്കാനിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? സ്കിസോഫ്രീനിയ ബ്രെയിൻ സ്കാൻ ചെയ്തിട്ട് കണ്ടുപിടിക്കാനാവുമോ? അയ്യോ, ഇല്ല, ഒരിക്കലും ഇല്ല. മാനസിക രോഗങ്ങളൊന്നും ബ്രെയിൻ സ്കാൻ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ ചെയ്യുന്ന MRIയോ അങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനകത്ത് വേറെ എന്തെങ്കിലും പ്രശ്നം ഉള്ളവർക്ക് ഇതിന്റെ സിംറ്റം കാണിക്കാം. അപ്പൊ അത് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്താണ് ബ്രെയിൻ സ്കാനുകൾ നടത്തുന്നത്. ബ്രെയിൻ സ്കാനിങ്ങോ ടെസ്റ്റോ ഇങ്ങനെയുള്ള ഒരു സാധനത്തിനകത്തോടെ മാനസിക രോഗങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. മാനസിക രോഗങ്ങൾ നമുക്ക് അസസ് ചെയ്യാനായിട്ട് ഏക മാർഗം MSE, മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ. ബാക്കി എല്ലാം റൂൾ ഔട്ട് ചെയ്യുകയാണ്. ഇന്നതല്ല ഇന്നതല്ല ഇന്നതല്ല, നിധി 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 നമ്മൾ പണ്ട് കേട്ടിട്ടില്ലേ? അതല്ല 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 പറഞ്ഞാണ് ഇതിലേക്ക് എത്തുന്നത്. ഇനി ആരോ ചോദിച്ചെന്താണ് ബൈപ്പോളാർ ഫസ്റ്റും സെക്കൻഡും. ബൈപ്പോളാർ ഫസ്റ്റിനകത്ത് നാം ഈ ഒരു ആരെയോ മൈക്ക് ഇച്ചിരി പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ബൈപ്പോളാർ ഫസ്റ്റിനകത്ത് മാനിക് എപ്പിസോഡ് നിർബന്ധമാണ്. മാനിക് എപ്പിസോഡ് ഉണ്ടാകണം. ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ബൈപ്പോളാർ ഫസ്റ്റ് എന്ന് പറഞ്ഞു. ആരോ ചോദിച്ചായിരുന്നല്ലോ. രണ്ടാമത് ബൈപ്പോളാർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഡിപ്രഷനും ഉണ്ടാകണം, ചെറിയ ഉന്മാദവും ഉണ്ടാകണം. വലിയ ഉന്മാദമല്ല, ചെറിയ ഉന്മാദം. ആ രീതിയിലാണെങ്കിൽ അത് ബൈപ്പോളാർ സെക്കൻഡ്. സൈക്ലോത്തോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഉന്മാദവും ചെറിയ ഡിപ്രഷനും. ഇതാണ് അതിന് തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് ഞാൻ ആ നോട്ടിന്റെ മുകളിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് അങ്ങനെ ബ്രാക്കറ്റിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പ്രിവെന്റ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് പ്രിവെന്റ് ചെയ്യാൻ ഇപ്പം പോസ്റ്റ് പാർട്ട് ഉള്ള ആളുകൾക്ക് ബൈപ്പോളർ വരാൻ സാധ്യത കൂടുതലാണെന്ന് പറയുന്നുണ്ടല്ലോ. ഇത് പ്രിവെൻഷൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പ്രിവെൻഷന് നമ്മൾ അത്യാവശ്യം മൈൻഡ് കാമായി കൊണ്ടുപോവുക എന്നുള്ളതൊക്കെയാണ്. അതുകൊണ്ടാണ് മെഡിക്കേഷൻ നമുക്ക് ആവശ്യമായിട്ട് വരാം, അല്ലെങ്കിൽ സൈക്കോതെറാപ്പികൾ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ആ രീതിയിലാണ് അതിന്റെ പ്രിവെൻഷൻ. സാർ, ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ശരിക്കും പറഞ്ഞാൽ ട്രീറ്റബിൾ അല്ലേ? ട്രീറ്റ് ചെയ്ത് മുഴുവനായിട്ട് മാറില്ലേ? പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ നമുക്ക് പ്രസവാനന്തരം സ്ത്രീകളിൽ മിക്ക ആൾക്കാർക്ക് ഉണ്ടാകുന്നതാണ്. പക്ഷെ അത് ഒരു സൂചനയാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് വരാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഫാദർ, ഒരു ഡൗട്ട് ചോദിക്കില്ല സാർ. ഫാദർ, നീ TA എടുക്കാൻ സാധ്യത ഉണ്ടോ? ട്രാൻസാക്ഷണൽ അനാലിസിസ്. ട്രാൻസാക്ഷൻ എടുക്കോ? എനിക്ക് ഫാദറിന്റെ അടുത്ത് ചെയ്യാനാണ് ആഗ്രഹം. അപ്പൊ ഫാദർ എടുക്കുന്നുണ്ടെങ്കിൽ വേറെ ഒരു ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഫാദർ എടുക്കുകയാണെങ്കിൽ ഫാദറിന്റെ അടുത്ത് ചേരാലോ വിചാരിച്ചിട്ടാണ്. ഞാൻ അത് മാത്രമായിട്ടാണ് എടുക്കുന്നത്. നമ്മൾ കൗൺസിലിംഗ് കോഴ്സിന് ഇടയ്ക്കുള്ളതായിട്ടാണ് സാധാരണ എടുക്കാം. ടി എടുക്കുന്നില്ല. ഇപ്പോഴല്ല സാർ, അത് വേറെ ആയിട്ട് എടുക്കുമെന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് അത് മാത്രമായിട്ട് എടുക്കാം. നമുക്ക് പിന്നീട് അറേഞ്ച് ചെയ്യാം. NLP സാർ ഇതുപോലെ ചെയ്യലുണ്ടോ? ഏത് വേണോന്ന് പറഞ്ഞാ മതി. NLP ഹിപ്നോട്ടിസം, കൗൺസിലിംഗ് കോഴ്സ് എന്താണ്, പിന്നെന്താണ് TA എങ്കിൽ TA, എന്താണ് ജസ്റ്റാൾട്ട് തെറാപ്പി എങ്കിൽ അത്, അനലിറ്റിക് സൈക്കോതെറാപ്പി എങ്കിൽ അത്, CBT എങ്കിൽ CBT, എന്ത് സാധനം വേണമെന്ന് പറഞ്ഞാൽ മതി, എടുക്കാം.
ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. CBTയുടെ വർക്ക്ഷീറ്റ് വെച്ച് ചെയ്യുന്നതില്ലേ അങ്ങനെയുള്ള രീതിയിൽ CBT എടുക്കുമോ? അതിന്റെ ആക്സസ് ചെയ്യുന്ന ഷീറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ ഫാദർ. ഫാദർ CBTക്ക് റീസ്ട്രക്ചറിങ് ചെയ്യാൻ അതിന്റെ ഷീറ്റ്സ് ഒക്കെ ഇല്ലേ? സംസാരിക്കുന്ന ക്ലിയർ ആണ്. നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് അസസ്മെന്റ് ടൂൾസ് ആണെന്ന് തോന്നുന്നു മാം ഉദ്ദേശിക്കുന്നത്. അവരുദ്ദേശിച്ചത് ജേണൽ റൈറ്റിംഗ് ആണെന്ന് തോന്നുന്നു. CBTയിൽ ജേണൽ റൈറ്റിംഗ് അല്ലേ? അപ്പൊ അതല്ല CBT അതാണോ മാം ഉദ്ദേശിച്ചത്? ജെ മാം ഓക്കെ. അപ്പൊ CBTയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് CBTയിലെ കോഗ്നിറ്റീവ് ചേഞ്ചുകളാണ്. ഒന്ന് കോഗ്നിറ്റീവ് പ്ലസ് അവർ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സംഭവം ബിഹേവിയർ ടെക്നിക്കുകൾ അവർ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ജേണലിംഗ് ഒക്കെ വരുന്നത്. ഇപ്പം ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യാനായിട്ട് ഞാനത് 2-3 ദിവസമായിട്ട് എടുക്കുന്ന ക്ലാസ്സാണ് CBT. ഇഷ്ടംപോലെ എടുത്തയാ, കുറേ ബാച്ചുകൾ നമുക്ക് കഴിഞ്ഞാണ്. അപ്പോൾ ആ ജേണലിംഗ് ചെയ്യുന്ന ഇതിന് വേണ്ടിയാണ്. അപ്പം അവർക്ക് കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഡിസ്റ്റോർഷൻ മാറ്റാനായിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ബിഹേവിയർ ടെക്നിക്കുകളാണ് ഇതെല്ലാം. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ മാം? ഫാദർ ഫുൾ അങ്ങ് ക്ലിയർ ആയില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലാണോ എന്നുള്ളത്, ഞാൻ ഉദ്ദേശിക്കുന്നതാണോ എന്ന് എനിക്കങ്ങ് മുഴുവനായിട്ട് ക്ലിയർ ആയില്ല ഫാദർ. മാം ചോദിച്ചത് ജേണലിംഗ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ലേ? CBTക്കകത്ത് കേസുകൾക്ക് അനുസരിച്ച് ഇപ്പോൾ ഒരാളുടെ ഒരു കേസ് വരുമ്പോഴത്തേക്ക് അവിടെ പറയാം ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എഴുത്, ഇതൊക്കെ പറയുന്നതാണോ? അതും അതിന്റെ കൂടെ ഞാൻ കേട്ടിരിക്കുന്നത് CBTയില് നമുക്ക് ടേബിൾസ് ആയിട്ടൊക്കെ വെച്ചിട്ട് ഇമോഷൻ എന്താണ് അവരുടെ ഇമോഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് അങ്ങനെ എന്താണ് കാര്യങ്ങൾ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ABC മോഡൽ ആയിരിക്കും. ABC മോഡൽ അത് അതിന്റെ ഒരു മെത്തേഡ് ആണ്. ആക്ടിവേറ്റിംഗ് ഈവന്റ് അങ്ങനെയൊക്കെ അതിന്റെ ഒരു ടെക്നിക്കാണ് ABCDEF എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പം REBT അത് എല്ലാം പറഞ്ഞെങ്കിലേ അത് പിടികിട്ടത്തോളൂ. ഇപ്പം മാം ചോദിച്ചത് ഇപ്പം ഇങ്ങനെ ഇത് എഴുതാനായിട്ട് പറയുന്നു, അത് എഴുതുന്നു, അത് കഴിഞ്ഞിട്ട് അതെല്ലാം ബിഹേവിയർ ടെക്നിക്കുകളാണ്. CBTയിൽ അത് ഇന്റഗ്രേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ C എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ്, B എന്ന് പറഞ്ഞാൽ ബിഹേവിയർ, അതിന്റെ തെറാപ്പി. ക്ലിയർ ആയോ? ബിഹേവിയർ ടെക്നിക്കുകൾ ഞാൻ ഒന്നുകൂടെ അത് പഠിച്ചിട്ട് ഫാദറിന്റെ അടുത്ത് ഒന്നുകൂടെ മണിച്ചിത്രത്താഴ് CBT തന്നെ കോഴ്സ് എടുക്കുന്നുണ്ടോ അങ്ങനെ അച്ഛൻ? അപ്പൊ അതുള്ളപ്പം ഒന്ന് നമുക്ക് ഇൻഫോം ചെയ്യുമോ? നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു കൗൺസിലിംഗ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുക. ലേഗുമാമൊക്കെ അതിനകത്തുണ്ട്. അതിനു വേണ്ടി ഞാൻ ഒരു ദിവസം ചെറുതായിട്ട് എടുക്കും. അപ്പോഴത്തേക്ക് ഞാൻ അറിയിക്കാം. ആ ഗ്രൂപ്പിലേക്ക് അങ്ങനെ. ഫാദർ TA ആണെങ്കിലും NLP ആണെങ്കിലും CBT ആണെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോഴ്സ് എടുക്കുന്നുണ്ടായിരിക്കോ? നമുക്ക് അങ്ങനെ എല്ലാത്തിനകത്തും അത്യാവശ്യം ഡീറ്റെയിൽഡ് ആണ് എൻ്റെ ക്ലാസ്സുകളെല്ലാം. പിന്നെ ഈ പ്രാക്ടിക്കൽ വശത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വരണം. ഇപ്പൊ CBT തന്നെ നമുക്ക് ഏകദേശം ഒരു 15-20 ദിവസമെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണം. നമുക്ക് എന്താണ് ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് അത് കിട്ടണമെങ്കിൽ പ്രാക്ടിക്കൽ ഒരു 15, അല്ലാതെ 1-2 ദിവസം കൊണ്ടൊന്നും CBT വർക്കൗട്ട് കിട്ടത്തില്ല. അതിന് ഓരോ ടെസ്റ്റുകളുണ്ട്, ഓരോ പോയിന്റുകളുണ്ട്. ആ ക്ലയന്റ് എന്താണ് പറയുന്നതെന്ന് നമ്മൾ നോട്ട് ചെയ്തെടുക്കണം. അവരുടെ കൊഗ്നിഷനെ എങ്ങനെയാണ് ഡിസ്റ്റോർട്ട് ചെയ്യുന്നത്, ആ ഡിസ്റ്റോർട്ട് ചെയ്യാനായിട്ടുള്ള ടെക്നിക്കുകൾ വേറെയുണ്ട്. നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിനെ സോക്രാറ്റിക് ക്വസ്റ്റ്യൻസിങ് എന്ന് പറയും. ആ ക്വസ്റ്റ്യൻ എങ്ങനെ ഫ്രെയിം ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ മേഖലകളുണ്ട്. അപ്പം അവിടെ ഇവിടേക്ക് ഈ CBT പറയുന്നത് ഒന്നും CBTയുടെ ഒരു ഫുൾ ലെങ്തിലുള്ള സംഭവം അല്ല. ഇപ്പം ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നടത്തുന്നുണ്ട് CBTയുടെയൊക്കെ. അപ്പൊ അത് CBTയുടെ വളരെ മൈന്യൂട്ട്. നമ്മളിപ്പോ ഈ DSMന്റെ ക്ലാസ് എടുക്കുന്നില്ലേ, എന്താ നമുക്ക് കിട്ടുന്നത്? വളരെ മൈന്യൂട്ട്. അത് A മുതൽ Z വരെ 26 അക്ഷരം ഉണ്ടെങ്കിൽ ആ A എന്ന അക്ഷരം പോലും നമ്മൾ പറഞ്ഞു തീരുന്നില്ല DSMനെ കുറിച്ച്.
അത്രയും മൈന്യൂട്ടാണത്. മിനിമം ഞാൻ ആൻസർ ചെയ്തോ? ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് സാറ് പ്രൊവൈഡ് ചെയ്യുമോന്നായിരുന്നു. അതെ, അതാ പറഞ്ഞത്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതാണ് ടൈം. നമുക്ക് ഇപ്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്ക് എപ്പോഴും ഫിസിക്കൽ ക്ലാസ്സുകളിലെ അത് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. ഇപ്പൊ CBT ഒക്കെ എത്ര ഇരുന്ന് ഇവിടെ ഇരുന്ന് നമ്മൾ ഓൺലൈനിൽ കൂടി പറഞ്ഞാലും അത്രയ്ക്ക് ഇത്രയേ കിട്ടത്തുള്ളത്. So you mean CBT classes ഓൺലൈനും ഓഫ്ലൈനും കൂടിയിട്ടായിരിക്കണം? രണ്ടും കൂടി ഇന്റഗ്രേറ്റ് ചെയ്താൽ ഓക്കെ. അതിന് പ്രാക്ടിക്കൽ വശം ഭയങ്കരമാണ്. സാർ ഞങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ ക്ലാസ് തരുമോ CBT? നമുക്ക് ആളുണ്ടെങ്കിലേ എടുക്കാം, ആള് വേണം. ഓൺലൈൻ ക്ലാസ് ഒരു ഭൂരിഭാഗം എടുത്തിട്ട് ഓഫ്ലൈൻ ഒരു 2-3 ദിവസം അങ്ങനെയാണെങ്കിൽ വർക്ക് ആവുമോ? കാരണം എല്ലാവരും അങ്ങനെ നമുക്ക് കുറച്ച് വർക്കൗട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 2 ദിവസത്തേക്കാണെങ്കിൽ പോലും വരുന്നതിന് ബുദ്ധിമുട്ടില്ല. ഇപ്പൊ എല്ലാവരും പലയിടത്തുള്ളതായതുകൊണ്ട്. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്യാം. എന്റെ നാട് കൊല്ലമാണ്. ഞാൻ കൊല്ലത്ത് കല്ലട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, മൺട്രോത്തുരുത്ത് കേട്ടിട്ടുണ്ടോ? ഇപ്പോഴും നിങ്ങൾ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ, എന്താണ്? സാമ്പ്രാണിക്കുടി. അതിനടുത്ത് തന്നെ, തൊട്ടടുത്ത് ഒരു 5 മിനിറ്റ് ദൂരം, 5-10 മിനിറ്റ്. അവിടെയാണോ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്? നമുക്ക് ഇവിടെ വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം, എല്ലാരും വരണം. അങ്ങനെയാണെങ്കിൽ പിന്നെ പിക്നിക്കും അങ്ങ് ആകാം. ക്ലാസ് വെക്കാറുണ്ടോ ഫാദർ? എന്താണ്? എറണാകുളത്ത് ക്ലാസ്സസ് വെക്കാറുണ്ടോ? എറണാകുളത്ത് നമ്മൾ കളമശ്ശേരി വെച്ച് ഞങ്ങൾ ഒരു 25 ദിവസത്തെ ക്ലാസ് നടത്തിയായിരുന്നു ഞങ്ങളുടെ പ്രൊവിൻഷ്യലേറ്റില്. അത് ഒരു 10-40 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ യാത്ര വന്നു പോകുന്നത് എല്ലാ ദിവസവും ഞങ്ങൾ പോയി വരുമായിരുന്നു. കളമശ്ശേരിയില്. കളമശ്ശേരി എല്ലാവർക്കും വന്നു പോകാൻ എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ട്രെയിൻ സർവീസ് ഉണ്ട്. എന്റെ അടുത്ത് ഈ ബൈപോളാറിന്റെ ഗ്രാഫ് ഉണ്ട്. മാനിക്കും ബൈപോളാറും വരുന്ന ആ ഒരു ഇത് ഗ്രൂപ്പിൽ ഇടട്ടെ. ഉറപ്പായിട്ടും എല്ലാവർക്കും സഹായമാവില്ല. താങ്ക് യു സർ. ഒരു സുമി മാമ എന്തൊക്കെയോ ടൈപ്പ് ചെയ്ത് വിടുന്നുണ്ട്, വായിക്കുന്നതിന് മുമ്പേ കട്ടായി പോകും. മാം എന്തായിരുന്നു പറഞ്ഞോ? സുമി ഇല്ല, എന്തോ ടൈപ്പ് ചെയ്ത് വിട്ടായിരുന്നു. എല്ലാ ക്ലാസ്സും കൂടെ കിട്ടിയാൽ നന്നായിരുന്നു. എന്തോ മൈക്ക് വർക്ക് ആകുന്നില്ല സുമി മാമിന്റെ. ഓക്കെ, എല്ലാ ക്ലാസ്സും കൂടി ഓഫ്ലൈനിൽ കിട്ടുമോന്ന് ടൈപ്പ് ചെയ്ത മാതിരിയാവും. നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 10, 20, 25 പേര് ഉണ്ടെങ്കിൽ നമുക്കത് പ്ലാൻ ചെയ്യാവുന്നേ ഉള്ളൂ. യാതൊരു പ്രശ്നവും ഇല്ല. 1, 2. അതല്ലെങ്കിൽ നമുക്ക് കൊല്ലത്ത് ഞങ്ങളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പൊ അവിടെയാണെങ്കിൽ നമുക്ക് റെസിഡൻസ് കിട്ടും, റിസൈഡ് ചെയ്യാൻ പറ്റും, അതിനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അല്ലേ പ്ലാൻ ചെയ്യണം ആ രീതിയിൽ. അതല്ല നമ്മൾ പുറത്ത് പോയൊക്കെയും ഇതൊക്കെ എടുക്കുവാണെങ്കിൽ വലിയ എമൗണ്ട് ആണ്. കാരണം നമ്മൾ ഒരു ദിവസത്തെ ക്ലാസ്സിന് തന്നെ അവിടെ കോഴിക്കോടൊക്കെ എടുത്ത് 15, 18 ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഭയങ്കര എമൗണ്ട് ആവും, അഫോർഡബിൾ അല്ല നമുക്ക്. കോഴിക്കോട് അഫോർഡബിൾ അല്ല സാറേ, നമ്മൾ സെറ്റ് ചെയ്യട്ടെ. കോഴിക്കോട് സെറ്റ് ചെയ്യട്ടെ. എല്ലാരും ബില്ലിംഗ് ആണോ? എവിടെ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്ത് സാറേ. എല്ലാരും ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ കോഴിക്കോടാണെങ്കിൽ ഞങ്ങൾ 2 പേര് റെഡിയാണ്. കോഴിക്കോട് അത്ര റേറ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റും സാർ. അതെ നമുക്ക് ചെറിയ റേറ്റിൽ ചെയ്യാൻ പറ്റും. നമുക്കതിന്റെ സൗകര്യം ഒരുക്കാം. അതെ, 2000-2500 രൂപക്കൊക്കെ ഹോള് സെറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം സൗകര്യം ഉള്ളത്. അയ്യോ, ഞങ്ങള് ഒരിക്കൽ 10, 12, 15 ഒക്കെ കൊടുത്തത്. ഇല്ല, നമ്മൾ പ്രോഗ്രാം ടൗണിൽ തന്നെ കിട്ടും. 2500-3000 രൂപക്കൊക്കെ 40-50 പേർക്ക് ഇരിക്കാവുന്നതൊക്കെ കിട്ടും. ആണല്ലേ? അത് നമ്മൾ സെറ്റ് ചെയ്യാം സാറേ. ആൾക്കാരുണ്ടാവും, മാക്സിമം ഷെയർ ചെയ്യാം. ഓരോരോ സംഭവം 2 ദിവസത്തെ പ്രോഗ്രാം ആണെങ്കിൽ വിത്ത് അക്കോമഡേഷനും കൂടെ വേണ്ടേ? അക്കോമഡേഷൻ നമ്മൾ എടുക്കണ്ട. ഞാനിപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനൊന്ന് റിയ ആയിട്ട് സംസാരിച്ചിട്ടേ ഒന്ന് പ്ലാൻ ചെയ്യാം. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഒരു ബെസ്റ്റ് പ്രോഗ്രാം ഉണ്ട് നമുക്ക്. ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നും പറഞ്ഞ്, അത് സൈക്കോതെറാപ്പികളാണ്.
അപ്പൊ നമുക്ക് നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സംഭവം. നല്ല തെറാപ്പിയാണ്. ബെസ്റ്റ്. ഫാദറിന് ഒരു സെഷൻ കണ്ടക്ട് ചെയ്യാൻ മിനിമം എത്ര പേര് വേണം? നമുക്ക് അത് ഇന്നർ ചൈൽഡ് ഒക്കെ ഒരു 30-35 പേരുണ്ടെങ്കിൽ നമുക്ക് അത് വർക്ക്ഔട്ട് ചെയ്യാം. 35 പേര് വേണം അല്ലേ? സൈക്കോതെറാപ്പി ഒക്കെ ഓഫ്ലൈനിൽ കിട്ടുകയാണെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടാല് കുറച്ച് ആൾക്കാർ കിട്ടും അല്ലെ സമീര? അതെ ഇവിടെ കോഴിക്കോട് നമ്മൾ കണക്റ്റുള്ള കുറച്ച് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്താൽ ആളെ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ റിയ ആയിട്ടൊന്ന് സംസാരിച്ചിട്ട് ആ ഇന്നർ ചൈൽഡ് നമുക്ക് ആദ്യം പ്ലാൻ ചെയ്യാം ഒരു ദിവസം. അത് കഴിഞ്ഞ് അത് 1 ഡേ പ്രോഗ്രാം ആണ്, ഫുൾ ഡേ വേണം. പിന്നെ 2 ദിവസമായിട്ടാണ് വേണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം മറ്റു കുറച്ച് EMDR, പിന്നെ എന്താണ് ERP തെറാപ്പി, CBTയുടെ കുറച്ച് പ്രാക്ടീസ്, അപ്പൊ കൗൺസിലിംഗ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ആ രീതിയിൽ നമുക്ക് ഒരു ദിവസം ഈ ഇന്നർ ചൈൽഡ് പ്രോഗ്രാം നന്നായിട്ട് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നമ്മുടെ റെസിഡൻസ് നമ്മൾ നോക്കണം, റിസൈഡ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ്. നമുക്ക് സ്റ്റേയും കൂടിയൊക്കെ വേണമെങ്കിൽ വലിയ എമൗണ്ട് ആവും എന്നുള്ളതാണ്. അതല്ലെങ്കിൽ വന്നു പോകണം, ഒരു ദിവസം ചെയ്തിട്ട് പിന്നെ അടുത്തത് പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യണം. സ്റ്റേ കോഴിക്കോടൊക്കെ വർക്കിംഗ് വുമൺസ് ഹോസ്റ്റൽ സ്റ്റേ ഒന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാം. ലേഡീസിനാവുമ്പോ ഒന്ന് അന്വേഷിച്ച്, അവിടെ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട്, ഒന്ന് അന്വേഷിച്ച് 2 ദിവസത്തേക്കാവുമ്പോ റേറ്റ് എത്ര വരുന്നുള്ളത് അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാം. കണ്ടിന്യൂസ് ആണ് സുമീമാൻ പറഞ്ഞ, കണ്ടിന്യൂസ് ആണ് നല്ലത്. അങ്ങനെ കോഴ്സ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ സർട്ടിഫിക്കറ്റ് അത് പ്രൊവൈഡ് ചെയ്യും ആ രീതിയിൽ, അതരാ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ റിയ ആയിട്ടൊന്ന് സംസാരിക്കട്ടെ. നമുക്കൊരു 10-35 പേരുണ്ടെങ്കിൽ നമുക്കത് പ്ലാൻ ചെയ്യാം, നന്നായിട്ട് പ്ലാൻ ചെയ്യാം. സാറേ ജൂണിൽ എക്സാം ആണ്. ഞാൻ ഒന്ന് റിയ ആയിട്ട് ചോദിക്കട്ടെ. ഫാദർ ഓൺലൈനായിട്ട് എടുത്താൽ എഫക്റ്റീവ് ആയിരിക്കുമോ? TA കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല, അത്യാവശ്യം പിടികിട്ടും. TA എല്ലാം കൗൺസിലിങ്ങിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ്. കാര്യമില്ല, കൗൺസിലിംഗ് ഒരുമിച്ച് എടുത്താൽ മതി. അല്ല, TA നമ്മൾ പഠിക്കുന്നത് കൗൺസിലിങ്ങിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്യാനാണല്ലോ. അതെ, നമ്മുടെ സംഭാഷണങ്ങള്, നമ്മുടെ ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ടിയയുടെ പ്രത്യേകത, TA ഈസ് ഡെവലപ്ഡ് ബൈ എറിക് ബാൺ. എറിക് ബാൺ എന്ന് പറയുന്ന ഒരാളാണ് ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന് 3 ഫിലോസഫിക്കൽ കോൺസെപ്റ്റുകൾ അദ്ദേഹം പറയുന്നത്. പീപ്പിൾ ആർ ഓക്കെ, എല്ലാ മനുഷ്യരും നല്ലവരാണ്. പീപ്പിൾ ക്യാൻ തിങ്ക്, എല്ലാ മനുഷ്യർക്കും ചിന്തിക്കാനായിട്ടുള്ള കഴിവുണ്ട്. പീപ്പിൾ ക്യാൻ മേക്ക് ദെയർ ഡെസ്റ്റിനി, അവർക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അവൻ്റെ പരിണിത ഫലത്തിലേക്ക് എത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കൽ കോൺസെപ്റ്റ്. ഇനി അദ്ദേഹം പറയുന്നത് ഓരോ മനുഷ്യർക്കും എന്താണ് 3 സ്റ്റേറ്റിലൂടെയാണ് അവർ സംഭാഷണങ്ങൾ നടക്കുന്നത്. അതിനെയാണ് നമ്മൾ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്. എൻ്റെ ഉള്ളിൽ എനിക്ക് ഒരു ചൈൽഡ് നേച്ചറുണ്ട്, അഡൽട്ട് നേച്ചറുണ്ട്, ഒരു പേരന്റ് നേച്ചറുണ്ട്. ഈ പേരന്റ് നേച്ചർ ഞാൻ എൻ്റെ പേരന്റിൽ നിന്ന് നേടിയെടുത്തതാണ്. ചൈൽഡ് നേച്ചർ എന്ന് പറയുന്നതും ആ ഒരു ലെവലിൽ തന്നെ നേടിയെടുത്തതാണ്. അഡൽട്ട് എന്ന് പറയുന്നത് എൻ്റെ മോറൽ പ്രിൻസിപ്പിളാണ്. എൻ്റെ മൊറാലിറ്റിക്ക് അനുസരിച്ച് എൻ്റെ സൊസൈറ്റിയിൽ നിന്നും ഞാൻ ആർജിച്ചെടുത്തതും അല്ലെങ്കിൽ മനസ്സിലാക്കി ചെയ്യേണ്ട അല്ലെങ്കിൽ സംഭാഷണം നടത്തേണ്ട ഒരു രീതിയാണ് അഡൽട്ട് നേച്ചർ. ഈ പേരന്റ് നേച്ചർ നമുക്ക് 2 തരംതിരിക്കാം. ഞാൻ സ്പീഡാണ്, പെട്ടെന്ന് പറഞ്ഞു പോവാം. പേരന്റ് രീതിയെ നമുക്ക് 2 തരംതിരിക്കാം. അത് നമ്മൾ പറയുന്നത് നർച്ചറിങ് പേരന്റ് ആൻഡ് ക്രിട്ടിക്കൽ പേരന്റ്. ഇപ്പൊ ഞാനിപ്പോ എന്താണ് സമീറ മാമനെ നോക്കിയിട്ട് പറയാം, ഇതെന്തോന്ന്, എന്താ ഈ കുട്ടി എത്ര പറഞ്ഞാലും ഒരു മനസ്സിലാകത്തില്ലേ, ഒന്നും പിടികിട്ടുന്നില്ല, ഇത്രയും കിടന്ന പായല്ല ചുറ്റും. ഞാൻ എന്റെ ഏത് നേച്ചറിൽ നിന്ന് ഞാൻ സംസാരിച്ചു സമീറ മാം? എന്റെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള നേച്ചറിൽ നിന്ന് ഞാൻ അങ്ങോട്ട് സംസാരിച്ചു. സംഭവം പിടികിട്ടിയോ? അപ്പം അതുകൂടെ സമീറ മോളെ, നിനക്ക് മനസ്സിലാകുന്നില്ലേ പറയുന്നതൊന്നും? നന്നായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നർച്ചറിങ് പേരന്റ്. അപ്പം ഇത് നമ്മുടെ ഓരോ സംഭാഷണത്തിലൂടെയും ഈ രീതിയിലാണ് പോകുന്നത്. അപ്പൊ അത് എലാബറേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ചില ആൾക്ക് പോക്കി ദ്വന്ദ്ങ്ങൾ വെച്ചിട്ട് നമ്മൾ സംസാരിക്കും. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അസസ് ചെയ്യുന്നത്, അതെല്ലാം സംഭാഷണങ്ങളിലൂടെയാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നത്. ഓക്കെ, എൻ്റെ ഡിഫറെന്റ്. നമുക്കൊരു 7-8 ക്ലാസ് കൊണ്ട് തീർക്കാവുന്നതാണ് ടിഎക്ക്. 8-10 ക്ലാസ് കൊണ്ട് തീർക്കാം അത്യാവശ്യം. അപ്പൊ അത് ഇത്രയുമാണ്. അപ്പൊ ഞാൻ ഇതിന്റെ നമ്മുടെ എന്താണ് ഓഫ്ലൈൻ ക്ലാസ്സിന്റെ ഒന്ന് റിയ ആയിട്ടൊന്ന് ആലോചിച്ചിട്ട്, പക്ഷെ നമുക്കൊരു 10-30 പേരെങ്കിലും ഇല്ലെങ്കിൽ അത് പറ്റത്തില്ല. കാരണം
എനിക്കുള്ള വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 10 പേരായാലും നമുക്ക് ചിലവും കാര്യങ്ങളെല്ലാം ഒന്നാണ്, 30 പേരായാലും ചിലവും കാര്യങ്ങളും ഒന്നാണ്. അപ്പം നിങ്ങളുടേത് വലിയ എമൗണ്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു സംഭവം അതെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആള് ഉണ്ടെങ്കിൽ ആ രീതിയിൽ പറയുന്നത്. ശരി, നമുക്ക് നോക്കാം. നമ്മളെ സൈക്കോളജി ഹലോ ഹലോ. അക്കമഡേഷന്റെ റൂമിന്റെതും എത്ര ഹോളിന്റെ റെന്റ് ആവുമെന്ന് വേണേ അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാം. ലേഡീസ് അക്കമഡേഷൻ എന്തെങ്കിലും റേറ്റ് കുറച്ച് ഇതുണ്ടെങ്കിൽ നാളത്തേക്കൊന്ന് അന്വേഷിച്ച് പറഞ്ഞുതരാം കോഴിക്കോട്. ഓക്കെ ഓക്കെ ശരി. ഓക്കെ. ലീഗുമാൻ പറയുന്നത് കേട്ടില്ല, ആ ഗ്രൂപ്പിൽ ഇട്ടാലും മതി. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സമയം ഒത്തിരി അതിക്രമിച്ചു, 4:45. അപ്പൊ നാളെ നമുക്ക് ക്ലാസ് ഇല്ല കേട്ടോ. നാളെ പിന്നെ ഇനിയുള്ള ടൈം ടേബിൾ ആക്കി അങ്ങോട്ടിടാം. ടൈം ടേബിൾ റീ ആയിട്ടോളാം ഏത് ദിവസമാണ്. ഞാനിപ്പോൾ നാളെ ഇനി വയനാട്ടിനൊന്ന് പോവുകയാണ്, എനിക്ക് കണക്ക് കൈമാറാനുണ്ട്. അപ്പോൾ കണക്ക് കൈമാറി